Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah walhamdulillah wassalatu wassalamu ala rasulillah. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatan min lisani yafqahu qawli. Allahumma ja'al hubbaka ahabba ilayya min nafsi. Allahumma la sahla illa ma ja'altahu sahla. Wa anta taj'alul hazna idha shi'ta sahla. Rabbi zidna ilman nafi'a. Alhamdulillah. നമ്മൾ 29 ആയത്തുകൾ കഴിഞ്ഞു. 30-ാമത്തെ ആയത്തിലേക്ക്, അതായത് പുതിയ ഒരു വിഷയത്തിലേക്ക് തന്നെ കടക്കുകയാണ്. എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് ശരണം തേടുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്കറിയാം, ഇനി വരുന്ന ഏകദേശം ഒരു 10 ആയത്തുകളോളം ആദം അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലെ കഥയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും അല്ലെ, അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. ഇതുവരെ നമ്മൾ ഫാത്തിഹയും ബഖറയിൽ 29 വരെയും നമ്മൾ എന്താ പഠിച്ചത്? ഖുർആന് ആണ് അല്ലെ ഹിദായത്തിന്റെ ഗ്രന്ഥം. എല്ലാവർക്കും ഒന്നും ഹിദായത്ത് കിട്ടാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, നമ്മളുടെ എക്സാമിലെ പല ക്വസ്റ്റ്യൻസിലൂടെയും നമുക്കൊരു സമ്മറി അറിയാം അല്ലെ. എല്ലാ ക്വസ്റ്റ്യന്റെയും ആൻസേഴ്സ് നമുക്ക് അറിയെങ്കിൽ ശരിക്കും നമുക്ക് ഇപ്പോൾ സമ്മറി അറിയാം, എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് എന്നുള്ളത് അല്ലെ. തഖ്വയുള്ളവർക്ക് മാത്രമുള്ളതാണ് ഹിദായത്ത്. പിന്നെ ഹിദായത്തിൽ നിന്ന് അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് പ്രയോജനം ലഭിക്കാത്ത കൂട്ടരുണ്ട് അല്ലെ. ഇരുമുഖമുള്ളവര്, മറ്റുള്ളവരെ ചതിക്കുന്നവര്, അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ മുനാഫിക്കുകളുടെ ലക്ഷണങ്ങളെല്ലാം, മുനാഫിക്കുകളായിട്ടുള്ളവര്, അതുപോലെ വിശ്വസിക്കാത്തവരും, ഹിദായത്തിൽ ഇൻട്രസ്റ്റേ ഇല്ലാത്ത ആൾക്കാർ, അങ്ങനെയുള്ളവർക്കൊന്നും ഹിദായത്ത് കിട്ടുകയില്ല. പിന്നെ മുത്തഖിയായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, അതും നമ്മൾ കണ്ടു അല്ലെ. അപ്പം ഫാത്തിഹയിൽ തന്നെ 3 ടൈപ്പ് ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൻഅംത അലൈഹിം, മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. പിന്നെ നമ്മൾ ബഖറ തുടങ്ങിയപ്പോൾ 3 ടൈപ്പ് ആൾക്കാരെ കുറിച്ച് പഠിച്ചു അല്ലെ. മുത്തഖീൻ, കാഫിരീൻ, മുനാഫിഖീൻ, അങ്ങനെ 3 പഠിച്ചു. പിന്നെ അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ കോൺക്രീറ്റ് ആയിട്ട്, അടിസ്ഥാന തത്വങ്ങൾ കോൺക്രീറ്റ് ആയിട്ട് പറഞ്ഞ് അവിടെ സിമന്റ് ഇട്ട് ഉറപ്പിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ്? ഒന്ന്, അള്ളാഹു ആണ്, അള്ളാഹു മാത്രമാണ് നമ്മുടെ റബ്ബ്, നമ്മുടെ സൃഷ്ടാവാണ് അല്ലെ. അള്ളാഹു മാത്രമാണ് നമ്മുടെ ഇബാദത്തിന് അർഹൻ. അള്ളാഹു നമ്മുടെ റബ്ബ് ആയതുകൊണ്ട്, നമ്മളെ സൃഷ്ടിച്ചത് കൊണ്ട് അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കുവാൻ പാടുള്ളൂ. അള്ളാഹുവിന് മാത്രമേ അതിന് അവകാശമുള്ളൂ. മാത്രമല്ല, ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു ഗുണവും കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞു വെച്ചു അല്ലെ. തഖ്വ ഉള്ളവരായേക്കാം. പിന്നെ നമുക്ക് തോന്നിയ പോലെ ഇബാദത്ത് ചെയ്യാൻ പറ്റൂല എന്നും പറഞ്ഞു അല്ലെ. എങ്ങനെ ഇബാദത്ത് ചെയ്യണം? അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യവും അവിടെ ഉറപ്പിച്ചു. നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കല് നിർബന്ധമാണ്, ഖുർആനിൽ വിശ്വസിക്കല് നിർബന്ധമാണ്. കാരണം ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ്, പ്രവാചകനിൽ നിന്നുള്ളതല്ല. അതൊക്കെ അള്ളാഹു ഇങ്ങനെ ഓരോ ആയത്തുകൾ ഉപയോഗിച്ച് അവിടെ ഇങ്ങനെ സിമന്റ് ഇട്ട് ഇങ്ങനെ ഉറപ്പിക്കുകയാണ് അല്ലെ, ഓരോ കാര്യങ്ങളും. അത് കഴിഞ്ഞ് നരകം പറഞ്ഞു, സ്വർഗം പറഞ്ഞു. സുബ്ഹാനല്ലാഹ് അല്ലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അള്ളാഹു എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നവര് അത് വിശ്വസിക്കും, അത് സത്യപ്പെടുത്തുന്നു പറഞ്ഞു. ഇനി അള്ളാഹു എന്ത് പറഞ്ഞാലും ചോദ്യം ചെയ്യുന്നവര് അത് ചോദ്യം ചെയ്യുകയും ചെയ്യും, അവർ വേറൊരു വഴിക്ക് പോവുകയും ചെയ്യും എന്ന് പറഞ്ഞു അല്ലെ. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സെറ്റാക്കി തറയിൽ ഇങ്ങനെ കിളച്ച് കല്ലൊക്കെ ഇട്ട് അവിടെ ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ ഖുർആനിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലോ ആർക്കും ഒരു റൈബും ഉണ്ടാവാൻ പാടില്ല. അത് 100% ക്ലിയർ ആയിരിക്കണം അല്ലെ. അങ്ങനെയുള്ളവർക്ക് ഇനി മുമ്പോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അതുപോലെ വേറൊരു കാര്യം, മനുഷ്യന്മാരുടെ അവസ്ഥയിലേക്കും വന്നു അല്ലെ. നിങ്ങൾ എവിടുന്നാ വന്നതെന്നും എങ്ങോട്ടാ പോണതെന്നും പറഞ്ഞു. നിങ്ങൾ അള്ളാഹുവിൽ നിന്നാണ് വന്നത്, അള്ളാഹുവിലേക്കാണ് പോണത്. നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് വന്ന് അള്ളാഹുവിലേക്ക് പോകുമ്പോൾ ഇവിടെ ഉള്ള സമയം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മാത്രം, അള്ളാഹുവിനെ അന്വേഷിക്കുക, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനെ അനുസരിക്കുക. അല്ലാതെ അള്ളാഹുവിന് എതിരെ തിരിഞ്ഞു നിൽക്കലല്ല നിങ്ങളെ പരിപാടി. അതിന്റെ കൂടെ അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് അതിനുള്ള സൗകര്യവും ഞാനിവിടെ ഒരുക്കി തന്നിട്ടുണ്ട്. ഈ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത്, നമ്മളുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അള്ളാഹു മാത്രമാണ് അല്ലെ. അള്ളാഹുവിന്റെ തൃപ്തി മാത്രമാണ്. അല്ലാതെ ഈ ദുന്യാവല്ല. ഈ ദുന്യാവ് എന്തിനാ ഉണ്ടാക്കിയത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങൾ ദുന്യാവിന് വേണ്ടി, അതായത് ദുന്യാവ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലാണ്ട് നിങ്ങൾ ദുന്യാവിന്റെ പിന്നാലെ ഓടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല. അപ്പം അത്രയും കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചു അല്ലെ. ഇനി എന്താണ്? അള്ളാഹു
നിങ്ങൾ അള്ളാഹുൽ നിന്നാണ് വന്നത്, അള്ളാഹുലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പം നിങ്ങൾ എവിടെയാണ്, അതായത് നിങ്ങളുടെ ഒറിജിനലി എവിടെ നിന്നാണ് നിങ്ങൾ തുടങ്ങിയത്, അല്ലെങ്കിൽ അള്ളാഹു മനുഷ്യന്റെ സൃഷ്ടി എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അടുത്ത ആയത്തുകൾ നമുക്ക് കാണിച്ചു തരാണ്. സൂറത്തുൽ ബഖറയിൽ നമ്മൾ പറഞ്ഞു ആദ്യത്തിൽ 3 ടൈപ്പ് ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ടെന്നല്ലേ. അതുപോലെ 3 പ്രവാചകന്മാരെ കുറിച്ചും പറയുന്നുണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്. ആദം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം. അതുപോലെ 2 ഒറിജിനെ കുറിച്ച് പറയുന്നുണ്ട്, അതായത് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഒറിജിൻ, അതായത് ആദം അലൈഹിസ്സലാം. പിന്നെ ഏറ്റവും ആദ്യം ശരീഅത്ത് കൊടുത്ത ഒരു സമൂഹം, അതായത് മൂസ അലൈഹിസ്സലാമിന്റെ സമൂഹം ബനി ഇസ്രായേൽ. അതുവരെയുള്ള സമൂഹങ്ങളിലേക്ക്, അതുവരെയുള്ള പ്രവാചകന്മാർക്കെല്ലാം അള്ളാഹു എന്താണ് ശരീഅത്ത് നിയമങ്ങൾ, അല്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ പാടുണ്ട് ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊടുക്കാതെ ഒരു മോറൽ കോഡ് മാത്രമാണ് കൊടുത്തത്. തൗഹീദും പിന്നെ എന്തൊക്കെയാണ് എന്താണ് മോറലി നിങ്ങൾ ധാർമ്മികത എന്താണെന്ന് മാത്രമാണ്, അല്ലാതെ ഒരു ശരീഅത്ത് നിയമം കൊടുക്കുന്നത് ആദ്യം മൂസ അലൈഹിസ്സലാമിന്റെ കൗമിനാണ്. അപ്പൊ 2 തരത്തിലുള്ള ഒറിജിനേഷൻ അല്ലെങ്കിൽ 2 തരത്തിലുള്ള ആരംഭങ്ങളെ കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. ശരിക്കും അപ്പം ഒരു റോക്ക് സോളിഡ് ഫൗണ്ടേഷൻ ആണ് നമുക്ക് ബഖറയിൽ കിട്ടുന്നത്. എല്ലാം ശരിക്കും ഫാത്തിഹ എന്ന് പറയുന്നത് ഏകദേശം ഒരു കംപ്ലീറ്റ് പിക്ചർ ആണ്. ഇനി അത് കഴിഞ്ഞ് ബഖറയിലെ 29 ആയത്ത് എന്ന് പറയുമ്പോൾ വലിയൊരു എന്താ പറയാ, നമ്മൾ ഈ തറക്ക് കീറിയിട്ട് കല്ലിട്ടിട്ട് സിമന്റ് ഇട്ട പോലെ ആയി ഇപ്പൊ. സുബ്ഹാനല്ലാഹ്. അത്രക്ക് കറക്റ്റ് ആയിട്ട് വളരെ കുറച്ച് വാക്കുകളിലൂടെ നല്ല പോലെ സ്ട്രോങ് ആക്കി എല്ലാം ഉറപ്പിച്ചിട്ട് അള്ളാഹ് ഇനി തുടങ്ങാണ് നിങ്ങളുടെ എന്താണ് ഇൻട്രൊഡക്ഷൻ, ഇങ്ങനെയാണ് നിങ്ങളെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം അത് കഴിയുമ്പം നമ്മൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന വലിയൊരു ചലഞ്ച് ഉണ്ട് അല്ലേ. നമ്മൾ മനുഷ്യന്മാരെ അള്ളാഹു ഇങ്ങനെ സൃഷ്ടിച്ചു, ഭൂമിയിലേക്ക് വിട്ടു, പക്ഷെ അവിടെ നിങ്ങൾക്ക് വലിയൊരു ചലഞ്ച് വരുന്നുണ്ട്. എന്താണ്? നമ്മളുടെ പ്രത്യക്ഷമായ ശത്രു ഇബ്ലീസ്. അതാണ് നമുക്ക് ഇനി അടുത്തത് പറഞ്ഞു തരേണ്ടത് അല്ലേ. അപ്പം ഈ 10 ആയത്തുകളിൽ നമുക്ക് അതും കിട്ടും. സുബ്ഹാനല്ലാഹ്. ആദം അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ ശത്രുവിനെ കുറിച്ചും അറിയാൻ പറ്റും. എന്നിട്ട് അള്ളാഹു അവിടെ അതിനെ എങ്ങനെയാ കൺക്ലൂഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇനിയിപ്പോ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണ്. ആയത്ത് 39 എത്തുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് അവിടെയും നമ്മൾ എത്തും. എന്തൊരു ഭംഗിയായിട്ടാണ് കാര്യം അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ആദം അലൈഹി ഇസ്ലാമിന്റെ ശത്രുവാണ് ആദം അലൈഹി ഇസ്ലാമിന്റെ മക്കളുടെയും നമ്മളുടെ എല്ലാവരുടെയും ശത്രു. അപ്പം ഈ ശത്രുവിന്റെ മെയിൻ എയിം എന്താണ്? നമ്മളെല്ലാവരെയും വഴിതെറ്റിക്കുക എന്നുള്ളത് അല്ലെ. അപ്പൊ അള്ളാഹു അതിന് നമുക്ക് എന്താണ് ഒരു ഹിദായത്ത് അയച്ചിട്ടുണ്ട്, ഖുർആൻ. ഇബ്ലീസ് നമ്മളെ നിശ്ചയമായും വഴിതെറ്റിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ പറയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം അല്ലെ എന്തൊക്കെയാണ് അള്ളാഹു നമ്മളോട് പറയുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് ട്രാൻസ്ലേഷനിലേക്ക് പോവാം ഈ ആയത്തിന്റെ. വഇദ് ഖാല റബ്ബുക ലിൽ മലായിക, നിന്റെ നാഥൻ നിന്റെ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. ഇന്നി ജാഇലും ഫിൽ അർദി ഖലീഫ, ഭൂമിയിൽ ഞാനൊരു പ്രതിനിധിയെ നിയോഗിക്കുകയാണ്, ഒരു ഖലീഫയെ നിയോഗിക്കുകയാണ്. ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമാ, അവർ ചോദിച്ചു, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചോര ചിന്തുകയും ചെയ്യുന്നവരെയാണോ നീ നിയോഗിക്കുന്നത്? വനഹ്നു നുസബ്ബിഹു ബിഹംദിക് വനുഖദ്ദിസു ലക്, ഞങ്ങളോ നിന്റെ മഹത്വം കീർത്തിക്കുന്നു, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു. ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ അറിയാത്തവയും ഞാൻ അറിയുന്നു. നമുക്ക് വാക്കർത്ഥങ്ങളിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. അപ്പം വ ഇസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്ന, വെൻ എന്നുള്ള അർത്ഥം. ഖാല അവൻ പറഞ്ഞു, റബ്ബുക റബ്ബ്, നിന്റെ റബ്ബ്, റബ്ബ് പ്ലസ് ക ആണ് റബ്ബുക. ലിൽ മലായിക, ലിൽ മലായിക ഇവിടെ ഞാൻ പച്ച കളറിൽ കൊടുത്തിട്ടുള്ളത് മാത്രമാണ് പുതിയ റൂട്ട് ലെറ്റർ. കാഫ് ഉണ്ട്, മീം ലാം കാഫ് ഉണ്ട്, ഹംസ ലാം കാഫ് ഉണ്ട്. 2 രീതിയിലും പറയാം. ഓക്കെ. തഫ്സീറിന്റെ സമയത്ത് കുറച്ചും കൂടെ നമുക്ക് മലായിക്കന്റെ ആ ഒരു വാക്കിലേക്ക് പോവാം. ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാവുന്നത്, കുറെ വാക്കുകൾക്ക് ഇതുപോലെ ഒന്നിൽ കൂടുതൽ റൂട്ട്സ് ഉണ്ടായേക്കാം. അപ്പൊ നമ്മൾ നാസിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ റൂട്ടുകൾ ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഒരു ക്ലാസ്സിൽ നമ്മൾ ഒന്നേ കേൾക്കുന്നുള്ളൂ, വേറൊരു ടീച്ചർ വേറൊന്നാണല്ലോ പറയുന്നത്, തെറ്റാണോ? അങ്ങനെയൊന്നുമില്ല. ചില വാക്കുകൾക്ക് ഒന്നിൽ കൂടുതൽ റൂട്ട് ലെറ്റേഴ്സ് ഉണ്ടായേക്കാം. ആ റൂട്ട് ലെറ്റേഴ്സിന്റെ അർത്ഥങ്ങളിൽ ചിലപ്പം വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം, അർത്ഥങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടായേക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടി പറയണം. ഇന്നി ജാഇലുൻ, ഇന്നി എന്ന് പറഞ്ഞാൽ ഇന്ന പ്ലസ് യാ ആണ്, അതായത് ഇന്ന പ്ലസ് ഞാൻ, അന. ഓക്കെ, ഇന്ന പ്ലസ് അന, നിശ്ചയമായും ഞാൻ ആണ്. ഇന്നി
ജാഇലുൻ എന്ന് പറഞ്ഞാല് ആക്കുന്നവൻ, ഉണ്ടാക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. ഇസ്മു ഫായിലാണ്. നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലത്തെ ഈ ഒരു പാറ്റേണിൽ ജാഇലുൻ, ഫായിലുൻ അല്ലെ, ആ ഒരു പാറ്റേണിലുള്ള വാക്കുകൾ നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്. ഫാസിഖുൻ, കാഫിറുൻ, ഖാസിറുൻ, സ്വാദിഖുൻ ഒക്കെ. അപ്പം ഈ ഒരു പാറ്റേണിലുള്ള അതെന്ന് വെച്ചാല് സ്വാദിഖ് എന്ന് വെച്ചാൽ സ്വാദ് ദാല അല്ലെ, സത്യം പറയുന്നവൻ. അപ്പം അതുപോലെ ഖാസിർ എന്ന് വെച്ചാൽ നഷ്ടപ്പെടുന്നവൻ, നഷ്ടക്കാരൻ. കാഫിർ എന്ന് വെച്ചാൽ നിഷേധിക്കുന്നവൻ. അതുപോലെയാണ് ജാഇൽ എന്ന് വെച്ചാൽ ഉണ്ടാക്കുന്നവൻ. ജാഇല എന്ന് വെച്ചാൽ ഉണ്ടാക്കി, ജാഇലുൻ ഉണ്ടാക്കുന്നവൻ അല്ലെങ്കിൽ ആക്കുന്നവൻ. ഓക്കെ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ അല്ലെ ഖലീഫമാരെ ഉണ്ടാക്കിയിട്ട് ഭൂമിയിൽ എന്താ ഉണ്ടാക്കുന്നത് സ്വർഗത്തിലാണ്. ആദം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഭൂമിയിൽ പ്ലേസ് ചെയ്യുന്നതാണ് ആക്ച്വലി ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ വാക്ക് ജാഇലുൻ ആണ്. അപ്പം ആക്കുന്നവൻ, അതായത് ഭൂമിയിൽ ആക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. ഫിൽ അർദി, ഭൂമിയിൽ. ഫി പ്ലസ് അൽ അർദി അല്ലെ, ഭൂമിയിൽ. അതൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള വാക്കുകളാണ്. ഖലീഫ, ഒരു ഖലീഫയെ. ഇവിടെ ഹ ലാം ഫ, ഇതൊരു പുതിയ റൂട്ട് ലെറ്റർ ആണ്. ഖൽഫ്, ഖലഫ് അല്ലെങ്കിൽ ഖൽഫ് എന്ന് പറഞ്ഞാൽ പിൻഭാഗം എന്നാണ്. അതിൽ നിന്നാണ് ഖലീഫ ഉണ്ടാകുന്നത്. ഖലീഫ എന്നുള്ള വാക്കിനെ നമുക്ക് കൂടുതൽ വിശദമായിട്ട് തഫ്സീറിൽ കാണാം. പിൻഗാമി, പ്രതിനിധി എന്നൊക്കെ അർത്ഥമുണ്ട്. ഖാലു, അവർ പറഞ്ഞു. ഇവിടെ നേരത്തെ ഖാലയായിരുന്നു, അത് അള്ളാഹു പറഞ്ഞതാണ്. ഇവിടെ ഖാലു, അവസാനം ഒരു വാവുണ്ട്. അത് അവർ പറഞ്ഞു. ആരാണ്? മലായിക്കത്ത് പറഞ്ഞത് കൊണ്ടാണ്. അവർ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉള്ളതുകൊണ്ടാണ് അവസാനം ഒരു വാവ് വന്നത്. അതജഅലു എന്ന് പറഞ്ഞാൽ ആ പ്ലസ് തജഅലു ആണ്. ആ എന്ന് പറയുന്നത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ആണോ, നീ ആക്കുകയാണോ എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് ഈ ഹംസയെ ഹംസത്തുൽ ഇസ്തിഫ്ഹാം എന്ന് പറയും. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറ്റുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടേക്കുക. ഹംസത്തുൽ ഇസ്തിഫ്ഹാം, ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഹംസ. അപ്പം ആ തജഅലു, ഇവിടെ ജഅല നമുക്കറിയാം ആക്കുകയാണ് അല്ലെ. താ ആദ്യം വന്നത് കൊണ്ടാണ് നീ എന്നുള്ള അർത്ഥത്തിൽ വന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അടുത്ത് മലക്കുകൾ ചോദിക്കേണ്ടത് നീ ആക്കുകയാണോ അല്ലെ. ആ തജഅലു. ഫീഹ, അതിൽ. ഫീഹ എന്ന് പറയുന്നത് ഫീ പ്ലസ് ഹിയ ആണ്. ഹിയ സ്ത്രീലിംഗമാണ്, അവൾ. കാരണം നമ്മളിവിടെ ഭൂമിയാണ് ഉദ്ദേശിക്കുന്നത്. ഭൂമി ഒരു സ്ത്രീലിംഗ വാക്കാണ് അറബിയില്. അപ്പം ഫീഹ, അതിൽ, ഭൂമിയിൽ. മൻ, ഒരു കൂട്ടര് അല്ലെങ്കിൽ ഒരുവർ, ഒരു ആൾ അല്ലെങ്കിൽ ഒന്ന് എന്നുള്ള അർത്ഥത്തില്. യുഫ്സിദു, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള റൂട്ട് തന്നെയാണ്. ഫ സീൻ ദാൽ, ഫസാദ് എന്ന് വരുന്ന ആ ഒരു വാക്ക്, കുഴപ്പമുണ്ടാക്കുക, അവര് കുഴപ്പമുണ്ടാക്കുന്നവർ. ഫീഹ, വീണ്ടും അതിൽ, ഭൂമിയിൽ, അവിടെ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഫീ പ്ലസ് ഹിയ എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത്. വയസ്ഫിക്കു, ഇത് പുതിയതാണ്. സീൻ ഫ കാഫ്. യസ്ഫിക്കു എന്ന് പറഞ്ഞാല് ഒഴുക്കുക, ചിന്തുക ഉള്ള അർത്ഥത്തിലാണ്. ഓക്കെ, ഇവിടെ ദിമ അല്ലെങ്കിൽ ബ്ലഡിനെ ഉദ്ദേശിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി വെള്ളമാണെങ്കിലും കണ്ണുനീരാണെങ്കിലും ഒക്കെ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഈവൻ നമ്മൾ സഫക്കൽ കലാം എന്ന് പറയും. ഒരാൾ ഇങ്ങനെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അയാളുടെ സംസാരം ഇങ്ങനെ ഒഴുകുകയാണല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ സീൻ ഫ കാഫ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ രക്തം ചിന്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ദിമാന്റെ റൂട്ട് ദാൽ മീം വാവ്, രക്തങ്ങളെ. ഓക്കെ, വനഹ്നു എന്നാൽ ഞങ്ങളാകട്ടെ. നെഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. ഓക്കെ, ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കുമ്പോൾ എന്നുള്ള ഒരു വൈൽ എന്നുള്ള അർത്ഥം. അങ്ങനെ ആകുമ്പോൾ, ഞങ്ങൾ ആകട്ടെ എന്നുള്ള രീതിയിലാണ് ഇവിടെ വാ യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ യൂസ് ചെയ്യുന്ന പോലെ ആൻഡ് എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ വാക്ക് വേറെ മീനിങ് ആണ്, വാക്ക് കണക്ഷൻ അല്ല. ഓക്കെ, വനഹ്നു നുസബ്ബിഹു സീൻ ബ ഹ. ഓക്കെ, ഞങ്ങള് നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, നിന്റെ സ്തുതി കീർത്തനം നടത്തുന്നു, എങ്ങനെ വേണമെങ്കിലും പറയാം. നമ്മുടെ സുബ്ഹാൻ അല്ലാഹ്, തസ്ബീഹ്, ഇതിന്റെയൊക്കെ റൂട്ടാണ് സീൻ ബ ഹ, നുസബ്ബിഹു. ബിഹംദിക, ബി പ്ലസ് ഹംദ് പ്ലസ് ക അല്ലെ. ബി കൊണ്ട് ഹംദ്, നിന്റെ സ്തുതി, ക നിന്റെ. അപ്പൊ നിന്റെ സ്തുതി കൊണ്ട്, നിന്നെ സ്തുതിക്കുന്നതോട് കൂടി ഞങ്ങൾ എന്താക്കുന്നു, നിന്നെ പരിശുദ്ധിയെ, നുസബ്ബിഹു ബിഹംദിക, നിന്റെ സ്തുതി കൊണ്ട് നിന്നെ ഞങ്ങൾ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അങ്ങനെ. വനുഖദ്ദിസു, ഞങ്ങള് നുഖദ്ദിസു എന്ന് വെച്ചാൽ നിന്നെ ശുദ്ധപ്പെടുത്തുന്നു. ആക്ച്വലി സബ്ബഹയും എന്താണ് സുബൂഹും ഖുദ്ദൂസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഖുദ്ദൂസ് എന്ന് പറഞ്ഞാല് പ്യോരിറ്റീന്റെ അല്ലെങ്കിൽ ശുദ്ധീന്റെ മാക്സിമം ആണ് എന്താണ് ഖുദ്ദൂസ് എന്ന് പറയുന്നത്. നമുക്ക് ആ വാക്കർത്ഥങ്ങളിലേക്ക് പിന്നെ പോവാം. ലക, നിന്റെ. കാല, അവൻ പറഞ്ഞു. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുകൊണ്ടാണ് കാല. മുമ്പ് കാലു വന്നത് മലായിക്കത്ത് പറഞ്ഞതുകൊണ്ടാണ്, പ്ലൂറൽ ആയതുകൊണ്ടാണ്. ഓക്കെ,
ഇന്നി, വീണ്ടും ഇന്ന പ്ലസ് യാ അല്ലെങ്കിൽ ഇന്ന പ്ലസ് അന, ഞാൻ, നിശ്ചയമായും ഞാൻ. അലമു, എനിക്ക് അറിയാം. ഇവിടെ അലമു ഐൻ ലാം മീം മുമ്പ് നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ള റൂട്ടാണ്. എന്നാൽ ഇവിടെ വേറൊരു പാറ്റേൺ ആണ്. അഫ് അലു എന്ന പാറ്റേൺ ആണ്. അഫ് അലു എന്നുള്ള പാറ്റേൺ എന്ന് പറയുമ്പോൾ അതിൽ ഇസ്മു തഫ്ദീൽ എന്ന് പറയും. അതായത് ഏറ്റവും ശ്രേഷ്ഠമായ, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്ന് പറയും അല്ലെ. നല്ലത്, കുറച്ചും കൂടെ നല്ലത്, ഏറ്റവും നല്ലത്, ആ ഒരു ഡിഗ്രി ഉണ്ട്. ബെറ്റർ, ബെസ്റ്റ് അല്ലെ. കുറച്ചും കൂടെ, അതായത് ഏതെങ്കിലും ഒന്നിനേക്കാൾ ബെറ്റർ ആണ്, അങ്ങനെയല്ല, അതിനേക്കാൾ ബെറ്റർ ആണ് ഇത്, അങ്ങനെ പറയുമ്പോഴും ഇതേ ഫോർമാറ്റ് ആണ്, അഫ്അലു ഫോർമാറ്റ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ദ ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റ് ആണെന്ന് പറയുമ്പോഴും അഫ്അലു ഫോർമാറ്റ് ആണ് പറയാം. അത് കബീർ എന്ന് പറയുന്ന വാക്ക് വലുത്, അക്ബർ ഏറ്റവും വലുത് അല്ലെ, സഗീർ ചെറുത്, അസ്ഗർ ഏറ്റവും ചെറുത്. ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അതിനേക്കാളും ചെറുത് വേറെ ഒന്നുമില്ല എന്നുള്ള രീതിയിലാകാം, അല്ലെങ്കിൽ വേറെ ഏതിനേക്കാളും ചെറുത് എന്നുള്ള രീതിയിലും പറയാം. ഈ രണ്ട് കാര്യത്തിനും അറബിയിൽ ഒരേ വാക്കാ ഉപയോഗിക്കുക. അതായത് സൂപ്പർ കമ്പാരിറ്റീവിനും സൂപ്പർലെറ്റീവിനും അറബിയിൽ ഒരേ വാക്കാണ് ഉപയോഗിക്കുക. ജമീൽ, അജ്മലു. ഓക്കെ, അതുപോലെ അലീം, അലമു. അലം എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഐ നോ ബെറ്റർ, എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ അറിയാം, അല്ലെങ്കിൽ ഐ നോ ദ ബെസ്റ്റ്, എനിക്കാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. അങ്ങനെ രണ്ടർത്ഥത്തിലും അലം എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ അള്ളാഹു സുബ്ഹാന തആല ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതിനേക്കാൾ അറിയുന്നത് എനിക്കാണ്, എനിക്കാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്, ഏറ്റവും നന്നായിട്ട് അറിയുന്നത് എനിക്കാണ്. അപ്പം ഈ അലമു അല്ലെങ്കിൽ അഫ്അലു ഫോർമാറ്റിൽ ഏത് വാക്ക് വന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ കമ്പയർ ചെയ്തിട്ട് കൂടുതൽ നല്ലതാന്ന് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതായിരിക്കും. അപ്പൊ നമ്മള് അള്ളാഹു അക്ബർ അല്ലെ, അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ, ഏറ്റവും മഹത്വമേറിയവൻ. ഞാനിപ്പോ ചെയ്യുന്ന എല്ലാത്തിനേക്കാളും വലുതാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യത്തിനേക്കാളും മഹത്വം ആർക്കാണ്? അള്ളാഹുവിനാണ് അല്ലെ. ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്, നിങ്ങളിപ്പോ ചെയ്യുന്നതൊക്കെ നിർത്തിക്കോ, അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ. നിസ്കാരത്തിൽ നമ്മൾ തക്ബീർ ചൊല്ലി കൈ കെട്ടുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് എന്റെ മനസ്സിലുള്ളതും എന്റെ ജീവിതത്തിലുള്ളതുമായിട്ട് ഇതുവരെയുള്ള എല്ലാ ചിന്തകളും നിർത്താനുള്ള സമയമായി. അള്ളാഹു അക്ബർ അല്ലെ, ഏറ്റവും വലിയവൻ അള്ളാഹു ആണ്. അപ്പം ഇത് ഇസ്മു തഫ്ലീൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ പറ്റി ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഏറ്റവും, എല്ലാത്തിനേക്കാളും ബെസ്റ്റ്, എല്ലാത്തിനേക്കാളും വലുത് എന്നുള്ള അർത്ഥത്തിലാണ് വരിക. ഞാൻ പറഞ്ഞു, പറ്റുന്നവരെടുത്താൽ മതി, അല്ലാത്തവര് ഈ ഭാഗം വിട്ടേക്ക, തഫ്സീറിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, മാല തഅലമൂൻ, മാ പ്ലസ് ലാ പ്ലസ് ലാ പ്ലസ് തഅലമൂൻ. ഇവിടെയും ഐൻ ലാം മീം തന്നെയാണ്. മാ ഏതൊന്ന്, ലാ ഇല്ല, തഅലമൂൻ നിങ്ങൾ അറിയുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തത് ഏതൊന്നും എന്തും അത് എനിക്കറിയാം എന്നുള്ള അർത്ഥത്തിലാണ്. തഅലമൂൻ ഇവിടെ തായും അവസാനം വാവുനൂനും വന്നതുകൊണ്ടാണ് നിങ്ങൾ എന്ന് വെച്ചാൽ പ്ലൂറൽ ആണ് അല്ലെ. മലായിക്കത്തിന്റെ അടുത്ത് പറയാം, നിങ്ങൾക്കൊന്നും അറിയാത്തതും എനിക്കറിയാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്. അപ്പൊ അത്രയാണ് റൂട്ട് ലെറ്റേഴ്സ്. നമുക്ക് തഫ്സീറിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. ഞാൻ ഇങ്ങനെ സെപ്പറേഷൻ വെച്ചത് എന്തിനാന്ന് വെച്ചാല് മൊത്തത്തിൽ ലോങ് ഓഡിയോ ലോങ് വീഡിയോ ആവുമ്പോൾ, പ്രത്യേകിച്ച് എക്സാം ഒക്കെ വരുന്ന സമയത്ത് അത്രയും ഇപ്പൊ നമ്മൾ കിച്ചണിൽ നിന്നൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര നീളമാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു സെപ്പറേഷൻ വെച്ചത് നിങ്ങൾക്ക് ശരിക്കും നോട്ട്സ് എഴുതേണ്ടത് തഫ്സീർ ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. കാരണം ഫസ്റ്റ് സെക്ഷൻ നോട്ട് കംപ്ലീറ്റ് നമ്മൾ തരുന്ന നോട്ടിലുണ്ട്, റൂട്ട് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ, അത് എഴുതേണ്ട കാര്യമില്ല. പിന്നെ ലാസ്റ്റ് സെക്ഷൻ നമ്മുടെ റിഫ്ലക്ഷൻസ് അല്ലെങ്കിൽ ലെസൺസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കിച്ചണിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും കേൾക്കാം. പക്ഷെ തഫ്സീറിന്റെ ഭാഗമാണ് നോട്ട് ചെയ്തത്. അപ്പൊ ആ ഒരു വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് അത്രയും ഓടിച്ച് തഫ്സീർ എന്നുള്ള സ്ലൈഡ് കാണുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് വേണമെങ്കിൽ നോട്ട് എഴുതാനിരുന്നാൽ മതി. അങ്ങനെ ഒരു സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണ്. എല്ലാവർക്കും അല്ലാഹു എല്ലാ രീതിയിലും കാര്യങ്ങൾ എളുപ്പാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. അടുത്ത ആഴ്ച ഇന്നത്തെയും ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച എടുക്കുന്ന ക്ലാസ്സിന്റെയും എക്സാം ഉണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം വഇദ് ഖാല റബ്ബുക ലിൽ മലായിക, നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. ഇതിൽ ഇദ് എന്നുള്ള വാക്ക് അപ്പോൾ, അങ്ങനെ ചെയ്തപ്പോൾ എന്നുള്ള ആ ഒരു സാഹചര്യം, അല്ലെങ്കിൽ വെൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, അങ്ങനെ ആയിരുന്നപ്പോൾ എന്ന് പറയുന്ന വാക്കാണ്. ഖുർആനിലുടനീളം നമുക്ക് ഖുർആനിലെ മിക്ക ആയത്തുകളും സ്റ്റാർട്ട് ചെയ്യുമ്പം ഇസ് അല്ലെങ്കിൽ ഇസ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നത് കാണാം. ഈ ഇസ് എന്ന് പറയുമ്പം ശരിക്കും അത് ഒരു ഉസ്കുറു ഇസ് ആണ്. നിങ്ങൾ ഇത് ഇന്ന കാര്യം സംഭവിച്ചത് ഓർക്കുക, അല്ലെങ്കിൽ ഈ സന്ദർഭം ഓർക്കുക എന്നുള്ള രീതിയിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഓക്കെ, ഇന്ന കാര്യം നടന്ന സംഭവം ഓർക്കുക എന്നുള്ളത്. കാരണം
പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തില് അതായത് ആദം അലൈഹിസ്സലാമിന്റെ കാര്യമാണ് പറയുന്നത് അല്ലെ. ആദം അലൈഹിസ്സലാമിന്റെ ചരിത്രം അല്ലെങ്കിൽ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം, നിങ്ങൾ ആ ഒരു കാര്യം, ആ ഒരു സംഭവം ഓർക്കുക, ആ ഒരു ചരിത്രം നിങ്ങൾ ഓർക്കുക എന്ന് പറഞ്ഞ് നമ്മളുടെ ശ്രദ്ധ അല്ലെങ്കിൽ ഓർമ്മയെ അതിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് വേണം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചിലതൊക്കെ നമ്മളോട് പറയാൻ അല്ലെ. അപ്പൊ വഇസ് ഖാല റബ്ബുക, നിന്റെ റബ്ബ്. ഇവിടെ നീ എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം പ്രവാചകനോടാണല്ലോ പറയുന്നത് അല്ലെ. അപ്പൊ നിന്റെ റബ്ബ് പറഞ്ഞപ്പോൾ ആരോട്? ലിൽ മലായിക, മലായിക്കത്തിനോട് അല്ലെ, മലക്കുകളോട്. അൽ മലായിക്ക എന്ന് പറയുന്നത് മലക്ക് എന്ന വാക്കിന്റെ ബഹുവചനാണ്. ഓക്കെ, മലക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, എന്താണ്, ഏഞ്ചൽസ് എന്നോ ഒക്കെ പറയാം. അപ്പം മലക്ക് എന്ന് പറഞ്ഞാൽ ഒരാള്, മലായിക്ക ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ബഹുവചന രൂപം. മലക്ക് എന്ന് പറയുന്ന വാക്ക് ശരിക്കും മൽഅഖ് എന്നുള്ള വാക്കിൽ നിന്നാണ്, വാക്കിന്റെ രൂപാന്തരം പ്രാപിച്ചു വന്നതാണ് മലക്ക്. അതായത് മൽഅഖ് എന്ന് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ അല്ലെ. അപ്പം അറബിയിൽ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു രീതിയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു വാക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രൊനൗൺസിയേഷൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അവരതിന്റെ സ്പെല്ലിംഗ് ഒന്നും എല്ലാം അങ്ങോട്ട് ചേഞ്ച് ചെയ്യും. ചിലപ്പോൾ അത് കട്ട് ചെയ്ത് കളയും, ഒരു ലെറ്റർ കംപ്ലീറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഹറക്കത്ത് മാറ്റിയിടും, അല്ലെങ്കിൽ രണ്ടെണ്ണം കൂടെ കമ്പൈൻ ചെയ്ത് ഒന്നാക്കും. അങ്ങനെ പലതും അറബി ഗ്രാമർ ഒക്കെ പഠിക്കുന്നവർക്ക് എന്തായാലും അറിയാം, അങ്ങനെ പലതും മാറ്റി എഴുതാറുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പ്രൊനൗൺസിയേഷൻ ഈസി ആക്കാൻ വേണ്ടി മാറ്റിയിട്ടുള്ള ഒരു വാക്കാണ് മൽഅഖ് എന്നുള്ളത് മലക് എന്നാക്കിയത്. ഓക്കെ, അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് ഖാല. ഇത് ഖാല നമ്മളിവിടെ പറയുന്നുണ്ട് അല്ലേ. ഖാല എന്ന് പറയുന്നത് ശരിക്കും ഖവ്വല ആയിരുന്നു വാക്ക്. ഖാഫ് വാവ് ലാമാണ് ഖാലയുടെ റൂട്ട്. അപ്പൊ അത് ശരിക്കും ഖവ്വല ആണ്. ഖവ്വല എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അല്ലെ. ഖുറാനിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളിലുണ്ട് ഖാലയുടെ പല ഫോമാറ്റുകളും. അപ്പം ഖാല എന്ന് പറയാൻ എളുപ്പമായതുകൊണ്ട് എന്താക്കി, ഖവ്വലനെ ഖാല എന്നാക്കി. അപ്പോൾ മൽഅഖ് എന്നിൽ നിന്നാണ് മലായിക് ഉണ്ടായതെന്ന് പറയുന്നു. അതേപോലെ ഈ മൽഅഖ് തന്നെ മുമ്പേ മലക് ആയിരുന്നു. മലക്, സുബ്ഹാനല്ലാഹ്. അപ്പം അറബി ഭാഷ എന്ന് പറയുന്നത് ചില്ലറക്കാരനൊന്നല്ല, ഒരുപാട് ചരിത്രമുള്ള ആളാണ്. അപ്പം ഇതുകൊണ്ട് തന്നെ മലക്കിന്റെ റൂട്ട് ലെറ്റേഴ്സ് ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് മീം ലാം കാഫ് എന്നും ഹംസ ലാം കാഫ് എന്നും പറയാറുണ്ട്. കാരണം ഇത് രണ്ട് രീതിയിൽ രൂപാന്തരം പ്രാപിച്ച് വന്നിട്ടുള്ളതാണല്ലോ അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു, ചില വാക്കുകൾക്കെങ്കിലും ഒന്നിൽ കൂടുതൽ റൂട്ട് ലെറ്റേഴ്സ് ഉണ്ടായേക്കാം. അപ്പം ഓരോ ക്ലാസ്സിൽ നിന്ന് ഇത് കേട്ടു, മറ്റേ ക്ലാസ്സിൽ നിന്ന് വേറെ കേട്ടു എന്ന് വെച്ചാൽ ആരും പേടിക്കണ്ട. ചില വാക്കുകൾക്ക് അങ്ങനെ ഒന്നിൽ കൂടുതൽ റൂട്ട് ലെറ്റേഴ്സും ആ റൂട്ടിനനുസരിച്ച് ആ വാക്കിന് വേറെ വേറെ അർത്ഥങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. ഇവിടെ നമ്മൾ ഹംസ ലാം കാഫ് എന്നുള്ള റൂട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, മലക്ക് എന്നുള്ള വാക്കിന്റെ റൂട്ട് ഹംസ ലാം കാഫ്. അപ്പം ഉലൂക്ക, ഉലൂക്ക എന്നുള്ള വാക്ക് അതിന്റെ അർത്ഥം റിസാല എന്നാണ്. റിസാല എന്ന് പറഞ്ഞാൽ എന്താണ്? സന്ദേശം അറിയിക്കുക അല്ലെ. റിസാലാത്ത് എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സന്ദേശം മനുഷ്യരിലേക്ക് അറിയിക്കുക എന്നുള്ളത്. മലായിക്കത്തിന്റെ ഡ്യൂട്ടി എന്താണ്? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സന്ദേശം പ്രവാചകന്മാർക്ക് അറിയിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ മലായിക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല, അവരെ കേൾക്കാൻ പറ്റൂല, തൊടാൻ പറ്റൂല, മണക്കാൻ പറ്റൂല അല്ലെ. അങ്ങനെയുള്ള നമ്മളുടെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ സെൻസുകൾക്കും, കണ്ണിനെന്ന് മാത്രമല്ല നമ്മളുടെ എല്ലാ സെൻസ്, കാഴ്ച, കേൾവി തുടങ്ങിയ എല്ലാ സെൻസുകൾക്കും മറഞ്ഞിരിക്കുന്ന ഒരു അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിശേഷപ്പെട്ട ഒരു സൃഷ്ടിപ്പാണ് പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല അവർക്ക് ഒരുപാട് ഡ്യൂട്ടികളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് ഓരോരുത്തർക്കും പല രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ലോകത്തിന്റെ നടത്തിപ്പിൽ തന്നെ അല്ലെ ഒരുപാട് കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കാര്യം നമുക്കറിയാം, നമുക്ക് എത്തിക്കാനുള്ള സന്ദേശം പ്രവാചകന്മാരിലേക്ക് എത്തിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം നമുക്കറിയാം സൂർ എന്ന കാഹളത്തിൽ ഊതുന്ന കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പം അതുപോലെ ഒരുപാട് മലക്കുകൾക്ക് പല 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 ഡ്യൂട്ടീസ് അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്തിട്ടുണ്ട്. അവർ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ളതാണ്. പിന്നെ അവർ ഡിഫറെന്റ് വെറൈറ്റികളുണ്ട് കേട്ടോ, പല സൈസിലുള്ളതുണ്ട്, പല അവരുടെ വിങ്സ് ചിറകുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമുണ്ട്, അതിന്റെ ഭംഗിയിലുള്ള വ്യത്യാസമുണ്ട്. അങ്ങനെ അങ്ങനെ ഒരുപാട് വെറൈറ്റി മലക്കുകളുണ്ട്. അതുപോലെ കണക്കില്ലാത്ത എണ്ണവും ഉണ്ട് മലക്കുകൾ. പിന്നെ അവരെങ്ങനെയാ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾ അനുസരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റം അനുസരണയോടുകൂടി, അങ്ങേയറ്റം ഇഷ്ടത്തോടുകൂടി, യാതൊരു ചോദ്യവും മറിച്ച് ചോദിക്കാതെ അതേപോലെ അവർ പറഞ്ഞ പോലെ ചെയ്യുന്ന ആളുകളാണ് മലക്കുകൾ. സ്വാഭാവികമായും നമ്മളുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകേക്കാവുന്ന ഒരു കാര്യമാണ്, അവർക്ക് ഇമോഷൻസ് ഇല്ല അല്ലെ, ഫീലിങ്സ് ഇല്ല, ചിന്തയില്ല, സെൻസ് ഇല്ല, അവർ ജസ്റ്റ് റോബോട്ടുകളെ പോലെ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്
അങ്ങനെയല്ല. അവർ ചിന്തിക്കുന്നവരാണ്, റീസൺ ചെയ്യുന്നവരാണ്, അതൊക്കെ ഉണ്ട്. അവർക്ക് അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും. അപ്പം അവർക്ക് അള്ളാഹുവിനെ ഭയമുണ്ട്, അല്ലെ? അള്ളാഹുവിനെ അവർ സ്തുതിക്കുന്നുണ്ട്. നമ്മൾ മനുഷ്യന്മാർക്ക് വേണ്ടി അവർ ദ്വാ ചെയ്യും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അല്ലെ? മലക്കുകൾ ദ്വാ ചെയ്യും. അപ്പം അതൊക്കെ വേണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഇമോഷൻസും, അല്ലെ, ചിന്തകളും ഒക്കെ വേണം. അപ്പം അതൊരു പ്രോഗ്രാം ചെയ്ത് വിട്ട റോബോട്ടുകളെ പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ സൃഷ്ടികളല്ല എന്ത് മലായിക്കത്ത് എന്ന് പറയുന്നത്. അവർക്ക് സ്നേഹവും വെറുപ്പും ഭയവും ഒക്കെ ഉണ്ട് അവരുടെ ഉള്ളിൽ. പിന്നെ അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം, നമ്മള് സൂറത്ത് സ്വാഫാത്തില് വസ്സോഫാത്തി സൊഫ, അല്ലെ? അവര് അണിയായി നിൽക്കുന്നവരാണ് സത്യം. അപ്പം ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് വേറെ ഒന്നും കൂടെ ഉൾക്കൊള്ളാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അണിയായി നിൽക്കുന്നവരാണ് അവർ എന്നാ പറയുന്നത്, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഇബാദത്ത് ചെയ്യുമ്പം അത് ഭംഗിയാക്കുക എന്നുള്ളത് സുബ്ഹാനല്ലാഹ് ഒരു എന്താ പറയാ, നമുക്ക് അള്ളാഹുവിന് നമ്മളിൽ ഒരു തൃപ്തി ഉണ്ടാവാനുള്ള ഒരു കാരണം കൂടിയാണ്. നമ്മളൊരു എൽമിന്റെ മജ്‌ലിസ് ആയിരിക്കുമ്പം അത് ഏറ്റവും ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്യുക, ഭംഗിയായിട്ട് ആളുകൾ ഇരിക്കുക, തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഏതെങ്കിലുമൊക്കെ ഒരു അവസ്ഥയിൽ ഇരിക്കാതെ, അതുപോലെ നമ്മളെ തന്നെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളത് ഒക്കെ എന്താണ്, അതിനെ ബ്യൂട്ടിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ തന്നെ ഒരു ക്ലാസ്സിലോ ഒക്കെ ഇരിക്കുമ്പം അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, കാരണം ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങളിലാണ്, അല്ലെ? അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ട്, ഓരോരുത്തർക്കും അവനവന്റെ സാഹചര്യത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും മിനിമം നമ്മൾ ഒരു മുടിയൊക്കെ ഒന്ന് കെട്ടിയില്ലേ, പറ്റുമെങ്കിൽ ഒരു സുഗന്ധമൊക്കെ പൂശി, നമ്മളെ വീട്ടിനകത്തല്ലേ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കലാം കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ, അത് അള്ളാഹ്ക്ക് ഒരു ഭംഗിയുള്ള കാഴ്ച തന്നെയായിരിക്കും, അല്ലെ? നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ കലാം കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ഭംഗിയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമ്മളെ നമസ്കാരങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോഴും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ ഒരു വെള്ള നീളത്തിലുള്ള ഒരു നിസ്കാരക്കുപ്പായം, അത് തന്നെ തിരുമ്പി പിന്നെയും യൂസ് ചെയ്യും നമ്മളത്. ഇനി ഏറി വന്ന ഒരു 2 എണ്ണം ഉണ്ടാവുമായിരിക്കും ഒന്ന് മാറ്റിയിടാൻ വേണ്ടിയിട്ട്. എന്നാ പിന്നെ കല്യാണത്തിന് പോകുന്ന ഡ്രസ്സുകളുടെ ഷെൽഫ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു 5ഓ 10ഓ, അല്ലെ? ഓരോരുത്തരും ഇതിനനുസരിച്ച്, ഇനിയിപ്പോ ഒരു അബായാണ് ഇടുന്നതെങ്കിൽ പോലും അതിലും ഉണ്ടാവും പല വെറൈറ്റീസ് മാറ്റി വെച്ചത്, അല്ലെ? കല്യാണത്തിന് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. കല്യാണത്തിന് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് അല്ലെങ്കിൽ അപ്പൊ ഒരു കുളിക്കലും ഒരു മുടി ചീകലും ഒരു പൗഡർ ഇടലും ഒരു ക്രീം ഇടലും ഒക്കെ ഉണ്ടല്ലേ. എന്നാൽ നിസ്കരിക്കാൻ നമ്മൾ വരുന്നത് എങ്ങനെയെങ്കിലും അടുക്കളയിൽ നിന്ന് കൈ തുടച്ച് വേഗം ഒന്നും എടുത്ത് ഒരു നമസ്കാരം, അല്ലെ? നമ്മൾ വിചാരിക്കും നമുക്ക് സമയമില്ല, നമ്മളെ ജീവിതത്തിലെ കാര്യങ്ങൾ അത് ഇത് എന്നൊക്കെ, അല്ലെ? പക്ഷേ നമ്മൾ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് ഇതിനെ എടുത്തു കഴിഞ്ഞ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ മാറ്റം വരുത്താൻ പറ്റും. പെട്ടെന്ന് അങ്ങ് പെർഫെക്ഷനിലേക്ക് എത്താൻ പറ്റുന്നല്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഒരിക്കൽ 1-2 പ്രാവശ്യം മിസ്സായാൽ ഓക്കെ, പക്ഷെ ജനറലി കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ, ഇപ്പൊ തഹജ്ജുദൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ ഒന്ന് എഴുന്നേറ്റ് കുളിച്ച് ഒരു സ്പ്രേ ഒക്കെ അടിച്ച് നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ച് ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ ഏറ്റവും ഭംഗിയായിട്ട് നമ്മളെ പ്രസന്റ് ചെയ്ത് നിസ്കരിക്കുമ്പോൾ വേറെ തന്നെ ഒരു ഫീലിംഗ്, അല്ലെ? നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ മുമ്പിലാണ് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പോവുക, അല്ലെ? എല്ലാവരും തന്നെ ഭർത്താവിന്റെ മുമ്പിലാണ് ഏറ്റവും ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് പോകുക. ഇനി അതല്ല, നമ്മൾ ആരുടെ മുമ്പിലാണോ നമ്മൾ ഭംഗിയായിട്ട് പോകുന്നത് അത് അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധം ഉള്ള സ്ഥലങ്ങളിൽ, അല്ലെ? ചില സ്ഥലത്ത് നമ്മൾ ഓരല്ലേ ഇതിപ്പോ എന്തിനാ, അങ്ങനെയൊക്കെ മതി എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ? ചിലയിടത്ത് പോകുമ്പോൾ. അപ്പം അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിനെ നമ്മളെ ഇഷ്ടപ്പെടേണ്ട പോലെ വേറെ ആർക്കും നമ്മളെ ഇഷ്ടപ്പെടേണ്ടതില്ല, അല്ലെ? നമ്മളുടെ ഭംഗി ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും വൃത്തിയായിട്ട് നമ്മൾ കാണിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ തന്നെയാണ്. ഇനി ഇതിന്റെ പേരിൽ ആരും എക്സ്ട്രീമിലേക്ക് ഒന്നും പോകണ്ട, കാരണം ഇബ്ലീസ് അവിടെയും കൈവെക്കുമോ, എന്നാ പിന്നെ ഇവിടെ അതിന്റെ മുകളിൽ സമയം കളഞ്ഞോട്ടെ, കുറച്ചധികം ഭംഗിയായി ഇരുന്നോട്ടെ എന്നല്ലേ. അപ്പം നമ്മൾ നമസ്കരിക്കാൻ പോകുമ്പോൾ ഭംഗിയാവലാണ് ഇമ്പോർട്ടന്റ് എന്നൊക്കെ ഇബ്ലീസ് തോന്നിക്കും, അത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മലായിക്കത്തിനെ കുറിച്ച് പറഞ്ഞത് അവര് അങ്ങേയറ്റം അനുസരണയുള്ള അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടികളായിരുന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ് മലായിക്കത്തിനോട് പറഞ്ഞത് നോക്കാം. ഇന്നി ജാഇലും ഫിൽ അർദി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിയോഗിക്കുകയാണ്. ഇന്നി എന്ന് പറഞ്ഞാൽ നമ്മൾ റൂട്ട് ലെറ്റേഴ്സിന്റെ സമയത്ത് പറഞ്ഞിരുന്നു ഇന്ന പ്ലസ് യാ ആണ്, അല്ലെങ്കിൽ ഇന്ന പ്ലസ് അന, നിശ്ചയമായും ഞാൻ. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നിശ്ചയമായും ഞാൻ. ജാഇലുന്റെ റൂട്ട് ജീം ഐൻ ലാം, ഉണ്ടാക്കുന്നവൻ അല്ലെങ്കിൽ ആക്കുന്നവൻ. ഓക്കെ, ആലിമുൻ എന്ന് പറഞ്ഞാൽ ഐൻ ലാം മീം, അറിവുള്ളവൻ. അപ്പം എന്താണോ ആ ചെയ്യുന്നത് അത് ചെയ്യുന്ന ആൾക്ക് പറയുന്ന പേരാണ്, പറയുന്ന പാറ്റേൺ ആണ് ഫാഇലുൻ ഫോമാറ്റ്, ജാഇലുൻ, ആലിമുൻ, അങ്ങനെ. ഓക്കെ, അപ്പം ജാഇൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നവനാണ് അല്ലെങ്കിൽ ആക്കുന്നവനാണ്.
എന്ത് ഫിൽ അർദി, ഭൂമിയിൽ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ ഉണ്ടാക്കാൻ പോവാണ് അല്ലെ. ആരെ? ഖലീഫ. അപ്പം ഖലീഫയെ നിയമിക്കാൻ പോവാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ഖലീഫ എന്ന് പറയുന്ന വാക്ക് ഖ ലാം ഫ, ഖൽഫ്. ഖൽഫ് എന്ന് പറഞ്ഞാല് പിൻഭാഗം എന്നാണ്, പിറകിൽ എന്നുള്ള അർത്ഥം. അപ്പം ഖലീഫയ്ക്ക് എങ്ങനെയാണ് അർത്ഥം വരുന്നത് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഖലീഫ എന്ന് പറയുന്നത് ഒരാൾക്ക് പിന്നില് ഒരാൾ, അതായത് ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്ന എന്ന അർത്ഥം വരുന്ന പിൻഗാമികൾ നമ്മൾ പറയില്ലേ, ഒരു കൂട്ടം ആൾക്കാരെ പിന്നെ വേറൊരു കൂട്ടം, അങ്ങനെ വരുന്ന രീതിയിൽ ഖലീഫ എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം വന്ന നേതാക്കൾ അല്ലെ, വിശ്വാസികളുടെ നേതാക്കൾ, ഖുലഫാ ഉർ റാഷിദീങ്ങൾ അല്ലെങ്കിൽ ഖലീഫമാർ എന്ന് പറയേണ്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അങ്ങനെ. അപ്പം ഇവരൊക്കെ എന്താണ്? ഖുലഫാകളാണ് അല്ലെ, ഖലീഫമാരാണ്. കാരണം ഓരോരുത്തർ ഒന്ന് കഴിഞ്ഞ്, ഒരാൾ പോയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വന്നു, അങ്ങനെ ഓരോരുത്തർക്ക് ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നതുകൊണ്ടാണ് അവരെ ഖലീഫ. ഖൽഫ് ഞാൻ പറഞ്ഞു, പിൻഭാഗം, പിന്നിൽ. അപ്പം ഒരാൾക്ക് പിന്നിൽ മറ്റൊരാൾ, അങ്ങനെ വരുന്നവരാണ്. അപ്പം ഖലീഫയുടെ ഒരർത്ഥം അതാണ്. രണ്ടാമത്തെ അർത്ഥം പ്രതിനിധി എന്ന് പറയും, ഡെപ്യൂട്ടി എന്ന് പറയും. അതായത് ഏതെങ്കിലും ഒരാള്, പ്രതിനിധി എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾക്ക് വേണ്ടി അല്ലെ. ഇപ്പം ഞാന് ഇവിടെ നിൽക്കുകയാണ്, അപ്പം എനിക്ക് വേണ്ടി ഇപ്പം അടുത്ത എവിടെയെങ്കിലും ഒരാളെ സംസാരിക്കാനോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ അയക്കുകയാണെങ്കിൽ അത് എന്റെ പ്രതിനിധിയാണ്, ഡെപ്യൂട്ടിയാണ്. പക്ഷെ ഈ ഡെപ്യൂട്ടിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ ആരാണോ അയക്കുന്നത്, വലിയ ആൾ ആരാണോ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ് പ്രതിനിധി, അവരുടെ അണ്ടറിൽ. ഓക്കെ, അതാണ് പ്രതിനിധി എന്ന് പറയുന്നത്. അപ്പം ഖലീഫയ്ക്ക് അങ്ങനെ ഒരു അർത്ഥവും കൂടെ ഉണ്ട്. അപ്പൊ പിൻഗാമി അല്ലെങ്കിൽ പ്രതിനിധി. അപ്പം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖലീഫ എന്ന് പറയുമ്പോൾ, ഭൂമിയിലേക്ക് അയക്കുന്ന, ഞാൻ ഭൂമിയിൽ ഖലീഫമാരെ ഉണ്ടാക്കാൻ പോവാണെന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാണ് അതിന് അർത്ഥം വരുന്നത്? അപ്പം ഏറ്റവും ആദ്യം ഖലീഫ എന്ന് പറയുന്നത് ആദം അലൈഹിസ്സലാമും അതിന്റെ പുറകെ വരുന്ന ആദമിന്റെ സന്തതികളും അല്ലെ. എല്ലാവരും കൂടെ ഒന്നിച്ചല്ല ഭൂമിയിലേക്ക് വരുന്നത്, ഓരോ ജനറേഷൻ ബൈ ജനറേഷൻ ആയിട്ടാണ് അല്ലെ. ഒരു ജനറേഷൻ ഉണ്ടാവും, അവര് ഏകദേശം കുറച്ചു കാലം ജീവിച്ച് അവര് മരിച്ചു പോകും, പിന്നെ അടുത്ത ജനറേഷൻ വരും, അങ്ങനെ എന്താണ് ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ലോകാവസാനം വരെ പുതിയ പുതിയ ജനറേഷൻസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ഖലീഫ എന്ന് പറയുന്നത്. ഇനി സൂറത്ത് അൻആമില് പറഞ്ഞിട്ടുണ്ട്, വഹുവല്ലദീ ജഅലകും ഖലായിഫൽ അർദ്, അവനാണ് നിങ്ങളെ ഭൂമിയിൽ പിന്തുടർച്ചാവകാശികളാക്കിയത് അല്ലെ. ഒന്നിന് പുറകെ ഒന്നായിട്ട് പിൻഗാമികളാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചു. ഒരു കൂട്ടർ ജീവിക്കും, അവർ മരിക്കും, പിന്നെ അടുത്തത് ജനിക്കും, അവർ മരിക്കും, അങ്ങനെ. ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ ഭൂമിയിലുള്ള എന്താ പറയുന്ന അവസ്ഥ അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പം ഖലീഫയുടെ ഒരർത്ഥം പിൻഗാമിയാണ്. ഇനി അടുത്തത്, മനുഷ്യന്മാര് ഒരു തരത്തിൽ പറഞ്ഞാല് ഡെപ്യൂട്ടീസ് ആണ് അല്ലെങ്കിൽ പ്രതിനിധികളാണ്. ആരുടെ? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ. നമ്മൾ രണ്ടാമത്തെ അർത്ഥം പറഞ്ഞത് പ്രതിനിധിയായിരുന്നു അല്ലെ. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രതിനിധികളാവുന്നത്? മനുഷ്യര് ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടിയിട്ട്, അത് അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനിച്ചവരാണ്. അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ കൊണ്ടുവന്നവരാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അവരോട് എന്താണോ ചെയ്യാൻ പറഞ്ഞത് അത് ഇവിടെ വന്നിട്ട് ചെയ്യാം അല്ലെ. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക, മനുഷ്യന്മാരുടെ ഇടയിൽ നീതി നടപ്പിലാക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകൾ മനുഷ്യന്മാരിലേക്ക് എത്തിക്കുക, മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യിക്കുക. അതിനു വേണ്ടിയുള്ള പ്രതിനിധികൾ അല്ലെ, ആളുകളെ അതിലേക്ക് ക്ഷണിക്കുക, അള്ളാഹുവിന്റെ ഇബാദത്തിലേക്ക് ക്ഷണിക്കുക, അതിനു വേണ്ടിയുള്ള പ്രതിനിധികളാണ് മനുഷ്യര് ഭൂമിയിൽ. അപ്പൊ ഖലീഫയുടെ ആദ്യത്തെ അർത്ഥം പിൻഗാമികൾ എന്താന്ന് നമ്മൾ മനസ്സിലാക്കി, രണ്ടാമത്തെ അർത്ഥം പ്രതിനിധികൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. അപ്പം സ്വാഭാവികമായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് എന്തിനാ ഒരു പ്രതിനിധി? ഇതൊക്കെ അള്ളാഹു ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ, നമ്മളെ മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ. ആളുകൾക്കിടയിൽ നീതി ഉണ്ടാക്കുക എന്നുള്ളതും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്നുള്ളതും ഒക്കെ അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഒരു അനൗൺസ്മെന്റ് നടത്തിയാൽ മതിയല്ലോ അല്ലെ. ഏതെങ്കിലും രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മലായിക്കത്തിനെ കൊണ്ടോ എങ്ങനെയെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് എല്ലാ ജനറേഷൻ വരുമ്പോഴും അവരെടുത്ത് അനൗൺസ്മെന്റ് നടത്തുക, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, നിങ്ങൾ എന്നെ ആരാധിക്കണം അല്ലെ. അത് അള്ളാഹ്ക്ക് അതല്ലേ എളുപ്പം, നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതിനേക്കാളും. പിന്നെ അള്ളാഹു എന്തിനാണ് ഇങ്ങനെ മനുഷ്യരെ പ്രതിനിധികളാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്? മനുഷ്യർക്ക് എന്തിനാണ് ഈ ഒരു ഉത്തരവാദിത്വം കൊടുത്തത്? നിങ്ങളിതാ എന്റെ നിയമം ലോകത്ത് നടപ്പാക്കുക, എന്റെ നിയമത്തിലേക്ക് നിങ്ങൾ ആൾക്കാരെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ നിങ്ങൾ നീതി ഉണ്ടാക്കണമെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു വതആല ആദരിക്കുന്ന ഒരു രീതിയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ഉദാഹരണം പറയാം.
ഇപ്പം ഒരു കമ്പനിയുടെ ഒരു ബോസ്, ഓക്കെ, അയാൾക്ക് കുറേ കാര്യങ്ങൾ എന്താണ് ഇങ്ങനെ കമ്പനി വലുതായി വരുന്തോറും അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴാണ് അയാൾ അത് അസൈൻ ചെയ്യുന്നത് അല്ലെ, പലർക്കും കൊടുത്ത് പല ആളുകൾക്ക്, അതായത് ഇയാൾ ബിസി ആയിരിക്കും, അയാൾക്കെല്ലാം ചെയ്യാൻ പറ്റൂല, അതാണ് അയാൾ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു കാരണം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഈ ഒരു ഡെഫിഷ്യൻസി, ഇങ്ങനെ ഒരു കഴിവുകേടിനൊക്കെ അതീതനാണ്. അള്ളാഹുവിന് അങ്ങനത്തെ ഈ ഒരു കമ്പനിയുടെ ബോസിനെ കൊണ്ട് പറഞ്ഞ പോലെ ബിസി ആയതുകൊണ്ട് പണികൾ ചെയ്യാൻ പറ്റാത്ത പ്രശ്നമൊന്നും അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഇല്ല അല്ലെ. അപ്പം ഈ ഒരു കാരണമല്ല. രണ്ടാമത്തെ കാരണം, ഒരു ബോസ് എന്തുകൊണ്ട് ഏതെങ്കിലും ഒരു പണി തന്റെ താഴെയുള്ള സബോർഡിനേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഏൽപ്പിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിക്ക് ഒരു പുതിയ ക്ലയന്റ്, ഒരു ഇന്റർനാഷണൽ ക്ലയന്റ് വരികയാണ്. അപ്പോൾ ആ ക്ലയന്റിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ താഴെയുള്ള ഏതെങ്കിലും ക്ലയന്റ് മാനേജറെയോ അല്ലെങ്കിൽ ക്ലയന്റ് റിലേഷൻഷിപ്പ് ആൾക്കാരെയോ അയക്കുകയാണെങ്കിൽ എന്താണ് രണ്ടാമത്തെ റീസൺ? ഒന്ന്, ഇയാൾക്ക് ബിസി ആണെന്നുള്ളത്. രണ്ട്, അയാളെ ആദരിക്കാൻ വേണ്ടി, കാരണം ഇയാൾക്ക് അത് ചെയ്യാൻ പറ്റും അല്ലെ, ഇയാൾക്ക് അത് ചെയ്യാനുള്ള കഴിവുണ്ട്, എന്നാൽ പിന്നെ അയാൾ അത് കാണിക്കട്ടെ, എന്നിട്ട് അതിന്റെ റിസൾട്ട് ഒന്ന് ഞാൻ കാണട്ടെ, എന്നിട്ട് എനിക്ക് അയാളെ പ്രൊമോട്ട് ചെയ്യണം, അയാൾക്ക് കൂടുതൽ പൈസ കൊടുക്കണം അല്ലെ. അങ്ങനെയാണ് സാധാരണ നമ്മൾ വലിയ വലിയ കമ്പനികളിലൊക്കെ കാണാറ്. താഴെയുള്ളവർ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തെടുത്ത് അത് ചെയ്ത് കാണിച്ചു കൊടുത്ത് അതിന് റിസൾട്ട് കാണുമ്പോൾ അവർക്ക് പ്രൊമോഷൻ കിട്ടും, അവർക്ക് കൂടുതൽ സാലറി കിട്ടും അല്ലെ. അപ്പം അത് അവർക്ക് കൊടുക്കുന്ന, അവരുടെ കഴിവിന് കൊടുക്കുന്ന ഒരു പ്രത്യേക തരം ആദരവാണ്. അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യന്മാരെ ഖലീഫ എന്ന് വിളിച്ചിട്ട് ഇവിടെ ആദരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവരെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾ നിങ്ങൾക്ക് ഭൂമിയിൽ സ്ഥാപിക്കാൻ പറ്റും, നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റും, നിങ്ങൾക്ക് ആളുകളെ അതിലേക്ക് വിളിക്കാൻ പറ്റും, നിങ്ങളത് കാണിച്ചതാ, എന്നിട്ട് വേണം നിങ്ങൾക്ക് എനിക്ക് എന്ത് പ്രൊമോഷൻ തരാൻ, നിങ്ങൾക്ക് എക്സ്ട്രാ റിവാർഡ് തരാൻ. സുബ്ഹാനല്ലാഹ്. ഖലീഫമാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല്, ഖലീഫമാര് എപ്പോഴും അവരെ അയച്ച ആരാണോ ആ ആളുടെ റൂളാണ് ഇവിടെ സ്ഥാപിക്കേണ്ടത്. അവരെവിടെയാണോ പോണത്, അവിടെ എന്താണോ ചെയ്യുന്നത്, അത് അവരെ അയച്ച ആള് പറഞ്ഞതിനനുസരിച്ചായിരിക്കണം. അയാൾക്ക് സ്വന്തമായിട്ട് ഒരു അതോറിറ്റി ഒരിക്കലും പ്രതിനിധികൾക്ക് ഉണ്ടാവില്ല. പ്രതിനിധികൾ എപ്പോഴും അവർ അയക്കപ്പെട്ട ആളുടെ ഡ്യൂട്ടിയാണ് ഇവിടെ വന്നിട്ട് ചെയ്യുന്നത്, അയാൾക്ക് പകരം ചെയ്യുന്ന പോലെയാണ്. കാരണം ഈ അയക്കുന്ന ആൾ ഇവർക്ക് കുറച്ച് ലിമിറ്റേഷൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതേ പറയാൻ പാടുള്ളൂ, ഇത് പറയണം എന്നുള്ള രീതിയിൽ, അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രതിനിധിയായി മനുഷ്യരിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയച്ചത് ആരാണോ ആ ആൾക്ക്, നമ്മുടെ മാസ്റ്ററിന്, നമ്മുടെ റബ്ബിന് തൃപ്തിയുള്ളതേ നമ്മൾ ഇവിടെ ചെയ്യാൻ പാടുള്ളൂ. ഇനി എങ്ങാനും ഭൂമിയിൽ എത്തിക്കഴിഞ്ഞിട്ട് പ്രതിനിധി ആയി കഴിഞ്ഞിട്ട് ഞാനാണ് എല്ലാം എന്ന് തോന്നിക്കഴിഞ്ഞ് എന്നെ അയച്ച ആളെ മറന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അത് ഒരിക്കലും സ്വീകാര്യമല്ല. പ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. അയാൾ അയക്കപ്പെട്ടത് ആര് വഴിയാണോ അതിനനുസരിച്ച് അയാൾക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇനി ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഇയാൾക്ക് റബ്ബ് എന്നെ അയച്ച ആള് വേറെ ആളാണ്, അയാൾ പറയുന്നത് ഞാൻ അനുസരിക്കട്ടെ എന്ന് തോന്നിക്കഴിഞ്ഞാലും അതും ധിക്കാരമാണ് അല്ലെ. നമ്മള് ശിർക്ക് പോലെ അല്ലെങ്കിൽ കുഫ്ർ പോലെ ഒക്കെ ആയി മാറും. ഞാനാണ് എല്ലാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അള്ളാഹുവിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അത് കുഫറായി. അല്ലെങ്കിൽ വേറെ ആരെങ്കിലാണ് എന്നെ അയച്ചത് എന്നുള്ള രീതിയിൽ അള്ളാഹുവിന് പങ്കു ചേർത്ത് കഴിഞ്ഞാൽ അത് ശിർക്കായി. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല ഒരു പ്രതിനിധിയെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് സുബ്ഹാനല്ലാഹ് ഒന്ന് ആദരിക്കാനാണ്. നമ്മളുടെ കഴിവ് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിനു വേണ്ടി ആദരവ് തന്നിട്ട് അതിൽ പ്രൊമോഷൻ തന്ന് നമുക്ക് സ്പെഷ്യൽ റിവാർഡ് തരാൻ വേണ്ടിയിട്ടാണ്. രണ്ട്, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് തന്നെ ആയിരിക്കണം ഇവിടെ നടപ്പിലാക്കുന്നത്. മൂന്ന്, അള്ളാഹു അല്ലാതെ അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എല്ലാം എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ധിക്കാരമാണ്. അല്ലെങ്കിൽ അള്ളാഹു അല്ലാതെ വേറെ ആരെങ്കിലും ആണ് നമ്മളെ ഇങ്ങോട്ട് അയച്ചതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതും ധിക്കാരമാണ്. സുബ്ഹാനല്ലാഹ്. സൂറത്ത് സ്വാദില് 26-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, യാ ദാവൂദു ഇന്നാ ജഅൽനാക ഖലീഫ. ദാവൂദ് അലൈഹിസ്സലാമിന്റെ അടുത്ത്, ദാവൂദ് അലൈഹിസ്സലാം ഒരു പ്രവാചകനും ഒരു രാജാവും ഭരണകർത്താവും കൂടി ആയിരുന്നു അല്ലെ. ദാവൂദെ, തീർച്ചയായും നിന്നെ ഭൂമിയിൽ ഞാൻ ഒരു പ്രതിനിധിയാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഫഅഹ്കും ബൈനന്നാസി ബിൽ ഹഖ്. അതിനാൽ നീ ജനങ്ങൾക്കിടയിൽ നീതിപൂർവം ഭരണം നടത്തുക. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്മാർക്ക് അതിനുള്ള കഴിവുണ്ട്. അവർക്ക് കാരണം എന്താ? അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഫ്രീ വിൽ അല്ലെ, ചൂസ് ചെയ്യാൻ, നന്മയും തിന്മയും വേർതിരിച്ചറിഞ്ഞ് അതിലേത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു അധികാരവും കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, ശരിയും തെറ്റും. അപ്പോൾ ആളുകൾക്കിടയിൽ നീതിപൂർവം ഭരണം നടത്തുക അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ ജസ്റ്റിസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു കഴിവ് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യന്മാർക്ക് കൊടുത്തിട്ടുണ്ട്, മറ്റു സൃഷ്ടികൾക്ക് ഇല്ലാത്ത രീതിയിൽ. സുബ്ഹാനല്ലാഹ്. അപ്പം രണ്ടർത്ഥങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. ഇന്നി ജാഇലും ഫിൽ അർദി ഖലീഫ. ഖലീഫ എന്നുള്ള വാക്കിന്റെ രണ്ടർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി മൂന്നാമതൊരർത്ഥം, എന്തുകൊണ്ടാണ് ഖലീഫ എന്ന് വിളിക്കാനുള്ള കാരണം. അതായത് അവര് ഭൂമിയില് വേറെ ഒരു സൃഷ്ടികളെ റീപ്ലേസ് ചെയ്ത് വന്നിരിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്.
പണ്ഡിതന്മാർ പറയുന്നത് ഇതിനു മുമ്പ് മനുഷ്യന്മാർ ഭൂമിയിൽ ഉണ്ടായിരുന്നതിന് മുമ്പ് ഭൂമിയിൽ വേറെ ഒരു സൃഷ്ടികൾ ഉണ്ടായിരുന്നു. അവര് ഒന്നെങ്കിൽ അവര് എക്സ്റ്റിങ്ക്റ്റ്, അതായത് ഉന്മൂലനാശനം, അതായത് എന്താ പറയാ, ജീവിച്ചിരിക്കുന്നേ ഇല്ല എന്നുള്ള മൊത്തത്തിൽ വംശനാശം എന്ന് പറയില്ലേ, വംശനാശം സംഭവിച്ച ഒരു കൂട്ടരാണ്. അല്ലെങ്കിൽ അവര് ഉണ്ട് ഭൂമിയിൽ, പക്ഷെ മനുഷ്യരെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ മനുഷ്യന്മാരായി അവരെക്കാളും ശ്രേഷ്ഠര്, അല്ലെങ്കിൽ സുപ്പീരിയർ ആയിട്ടുള്ള ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാർ അവരായി. അതായത് മുമ്പേ ഒരു സൃഷ്ടികൾ ഉണ്ടായിരുന്നു, ആ സൃഷ്ടികൾ ഒന്നെങ്കിൽ കംപ്ലീറ്റ് നശിച്ചു പോയി, അല്ലെങ്കിൽ മനുഷ്യന്മാരെ കൊണ്ടുവന്നപ്പം അവരെക്കാൾ ശ്രേഷ്ഠർ അല്ലെങ്കിൽ പവർ ഉള്ളവര് മനുഷ്യന്മാര് ആയി. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യന്മാർ എന്താണ്, അവരുടെ ആ സൃഷ്ടികളുടെ ഖലീഫയാണ് അല്ലെ, ആ സൃഷ്ടികൾക്ക് പിന്നാലെ വന്ന ഒരു കൂട്ടരാണ്. അവർക്ക് ആ ഒരു സൃഷ്ടികൾ, നേരത്തെ നമ്മൾ പറഞ്ഞത് മനുഷ്യന്മാരുടെ ഖലീഫമാരാണ് അല്ലെ, ഒരു ജനറേഷൻ കഴിഞ്ഞ് ഒരു ജനറേഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ വരുന്നു. പിന്നെ നമ്മൾ പ്രതിനിധി എന്ന് പറഞ്ഞു, ഇപ്പം മനുഷ്യന്മാര് വേറെ ഏതോ സൃഷ്ടികളുടെ പ്രതിനിധികളാണ്, അല്ല പിൻഗാമികളാണ്. അപ്പം ഏതാണ് ആ സൃഷ്ടികൾ എന്ന് ചോദിക്കുമ്പം ചിലര് പറയുന്നത് അത് ജിന്നുകളാണെന്ന്. സുബ്ഹാനല്ലാഹ്, ജിന്നുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പം നമുക്കറിയാലേ, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഭൂമിയിൽ മനുഷ്യന്മാരാണ് ഏറ്റവും അധികാരമുള്ളത്, അല്ലെങ്കിൽ മനുഷ്യന്മാർക്കാണ് ഏറ്റവും പ്രാധാന്യം. നമ്മൾ 1928 പറഞ്ഞിരുന്നു അല്ലെ, നമുക്ക് വേണ്ടിയാണ് എല്ലാം, നിങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാം ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെ നോക്കുമ്പം ജിന്നുകൾ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്, പക്ഷെ അവരുടെ അധികാരം അവരുടെ കയ്യിൽ നിന്ന് മനുഷ്യന്മാർക്ക് എടുത്തു കൊടുത്തു. അപ്പം ഈ ഒരു രീതിയിൽ എന്താണ്, അവര് നിലനിൽക്കുന്നുണ്ട് എന്നാൽ അവരുടെ അധികാരം മനുഷ്യന്മാർക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ്, അത് ജിന്നുകളാവുമ്പോഴാണ്, അത് വേറെ ഏതെങ്കിലും സൃഷ്ടികളാണെങ്കിൽ അവർ കംപ്ലീറ്റ് നശിച്ചു പോയി എന്നും വരാം. അപ്പം ഈ ഒരു കാര്യം അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്, എന്നാൽ പോലും പണ്ഡിതന്മാർ ഇങ്ങനെയും പറയുന്നുണ്ട്. അപ്പൊ ജിന്നുകൾ മനുഷ്യന്മാരുടെ മുന്നേ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു റീസൺ എന്താന്ന് വെച്ചാൽ, സൂറത്ത് ഹിജ്റിൽ 27-ാമത്തെ ആയത്ത്, വൽ ജാന്ന ഖലഖനാഹു മിൻ ഖബ്ലു മിൻ നാരി സമൂം, അതിനു മുമ്പ് ജിന്നുകളെ നാം അത്യുഷ്ണമായുള്ള തീജ്വാലയിൽ നിന്ന് സൃഷ്ടിച്ചു. അപ്പം ഇവിടെ ജിന്നുകൾ എവിടെ, ആർക്കു മുമ്പിലാണ്, എന്തിനു മുമ്പേ സൃഷ്ടിച്ചു എന്നാ പറയുന്നത്? ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യന്മാരെ സൃഷ്ടിച്ചു, മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, കറുത്ത ചെളി പാകപ്പെടുത്തി ഉണ്ടാകുന്ന മുഴക്കമുണ്ടാകുന്ന കളിമൺ രൂപത്തിൽ നിന്ന് മനുഷ്യരെ സൃഷ്ടിച്ചു. അപ്പൊ അതിനുശേഷമാണ് പറയുന്നത് അതിനു മുമ്പ് ഞാൻ ജിന്നുകളെ സൃഷ്ടിച്ചു. അപ്പൊ മനുഷ്യന്മാർക്ക് മുമ്പ് ജിന്നുകളെ സൃഷ്ടിച്ചു എന്നുള്ള ഈ ഒരു ആയത്തിന്റെ തെളിവെടുത്തിട്ടാണ് അവർ പറയുന്നത് ജിന്നുകളാണ് മനുഷ്യന്മാർക്ക് മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്നത്. അള്ളാഹു ആലം അല്ലെ, എന്തായിരുന്നു ആ സൃഷ്ടികൾ എന്ന് നമുക്ക് അറിയൂല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളുടെ തഫ്സീർ ടീച്ചർ ക്ലാസ്സിൽ പറയുമ്പോൾ പറയായിരുന്നു, അത് ഇനി ദിനോസേഴ്സ് ആണോ, കാരണം നമ്മൾ ഫോസിൽ ഫ്യൂൽ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത് ഇതാണല്ലോ, ദിനോസേഴ്സിന്റെ അവശിഷ്ടങ്ങളാണല്ലോ, അങ്ങനെയാണോ? ശരിയായിട്ടുള്ള എവിഡൻസ് ഒന്നും അതിനൊന്നുമില്ല, ജസ്റ്റ് ചിന്ത മാത്രം പറഞ്ഞതാണ്. അള്ളാഹു ആലം. ഇനി എന്റെ ഒരു ചിന്ത ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യട്ടെ. ഇത് എന്റെ ചിന്ത മാത്രമാണ് കേട്ടോ, ഒരു തെളിവുകളൊന്നും ആയിട്ട് ആരും എന്താണ് മിക്സ് ചെയ്യരുത്. ഈ ഒരു കാര്യം, ജിന്നുകളുടെ കാര്യം, അതായത് ഭൂമിയിൽ മനുഷ്യന്മാരുള്ളതിന് മുമ്പ് ജിന്നുകളായിരുന്നു ഭൂമിയിൽ എന്താണ് താമസിച്ചിരുന്നത് എന്നുള്ള ആ ഒരു തഫ്സീർ ക്ലാസ് പഠിക്കുന്ന ആ ഒരു സമയത്ത് എനിക്ക് എൻ്റെ ലൈഫിൽ, അതായത് ഞാൻ മുമ്പ് താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ ഒരു മങ്കി അറ്റാക്ക് ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ട് കുരങ്ങന്മാർ വന്ന് ഭയങ്കര അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇവിടെ പലർക്കും അറിയാം കാര്യം. അപ്പം അവിടെ അടുത്ത് ഒരു ഫോറസ്റ്റ് ഉണ്ട്. അപ്പം അവരൊരു സീസൺ ആവുമ്പം അങ്ങനെ ഫ്ലാറ്റുകളിലേക്ക് വരുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു വിന്റർ സീസൺ ആകുമ്പോൾ അവർ കാട്ടിൽ നിന്ന് ഇതുപോലെ ഫ്ലാറ്റുകളിലും അവിടെ ഇവിടെയൊക്കെ വന്ന് ശല്യം ചെയ്യുന്നതാണ്. ആ ഒരു സമയത്ത് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചപ്പം അതിനകത്ത് പറയണ്ടായിരുന്നു, ഈ ഒരു സ്ഥലം, ഇപ്പൊ നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലമൊക്കെ മുന്നേ ഫുൾ ഫോറസ്റ്റ് ആയിരുന്നു. അവരുടെ, അതായത് ജീവികളുടെ ജീവിക്കുന്ന സ്ഥലമായിരുന്നു. മനുഷ്യന്മാർ അത് എടുത്ത് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി. ഇപ്പം ഇവിടെ നിറയെ ബിൽഡിങ്ങുകൾ മാത്രമേ ഉള്ളൂ. അപ്പം സ്വാഭാവികമായും അവർക്ക് അവരുടെ വാസസ്ഥാനം നഷ്ടപ്പെട്ടു അല്ലെ. അപ്പം അവര് തിരിച്ചു വരികയാണ്, അവർ പണ്ട് താമസിച്ച സ്ഥലങ്ങളിലേക്ക് അത് അന്വേഷിച്ച് വരികയാണ് എന്ന് അങ്ങനെ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ചാൽ, നമ്മൾ മുന്നേ ഉള്ള ജനറേഷനിൽ നമ്മളുടെ വല്യമ്മമാരെ അല്ലെ വല്യമ്മമാരെ ഉമ്മമാരെ, അവരിൽ നിന്നൊക്കെ കുറെ ജിന്ന് കഥകൾ കേൾക്കാറുണ്ട് അല്ലെ. അവര് ജിന്നുകളെ കുറിച്ച്, ആ വീട്ടില് ജിന്ന്, ഈ വീട്ടില് ജിന്ന്, കുറെ ജിന്നിനെ കണ്ടു എന്നൊക്കെ. നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പറയാൻ നമുക്ക് കഥകളൊന്നും വലിയ കാര്യമായിട്ടില്ല, അത്രക്കൊന്നുമില്ല. അവര് പറയുന്നത് പോലെ ഇപ്പം ഇതുപോലെ സംസാരിക്കുമ്പം, എന്റെ വല്യമ്മ സംസാരിക്കുമ്പോൾ എന്റെ കസിൻ മൂപ്പര് പറയാറുണ്ട്, ഒരു 10, 15, 20 ജിന്നൊക്കെ ഒന്നിച്ച് പറയുന്നതിന് ഒരു 1, 2 ആയിട്ട് ഒന്ന് ചുരുക്കി കൂടെ, കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? കളിയാക്കുന്നതാണ്, പക്ഷെ ഒരു പക്ഷെ അവർ പറയുന്നത് ഉള്ളതായിരിക്കാം.
മനസ്സിലായോ? അപ്പൊ ഞാൻ വിചാരിക്കായിരുന്നു ഈ കുരങ്ങന്മാര് അവരുടെ നഷ്ടപ്പെട്ട വാസസ്ഥാനം തേടി വരുന്നത് പോലെ തന്നെ ഒരു പക്ഷേ ജിന്നുകളായിരുന്നിരിക്കണം അല്ലെ ഭൂമിയിൽ ഈ പറഞ്ഞ വീടുകളിലും പല സ്ഥലങ്ങളിലും താമസിച്ചിരുന്നത്. അവരും അവരുടെ വാസസ്ഥാനം അന്വേഷിച്ച് വരുന്നതായിരിക്കാം, ഉള്ളതായിരിക്കാം ആ ഒരു സംഭവം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സാവധാനം അവരിങ്ങനെ ആ സ്ഥലങ്ങളൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോയതായിരിക്കാം. ജസ്റ്റ് എന്റെ ഒരു ചിന്ത ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ അള്ളാഹിന്റെ അടുത്ത് ചോദിച്ചു നോക്കാം അല്ലെ, തദബ്ബുർ ചെയ്യാം. അള്ളാഹ് ചിലപ്പോൾ നമുക്ക് തുറന്ന് കാണിച്ചു തന്നേക്കാം എന്തായിരുന്നു അല്ലെങ്കിൽ ആരായിരുന്നു മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്നത്, ഇനി ജീവിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ലേന്നൊക്കെ. അള്ളാഹു എന്തെങ്കിലും കവർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഹിക്മത്ത് ഉണ്ട് അല്ലെ. എന്തെന്നെ പറഞ്ഞാലും നമ്മൾ പഠിച്ചു വരുന്നത് മനുഷ്യർക്ക് മുമ്പേ ഭൂമിയിൽ ഏതോ ഒരു സൃഷ്ടികൾ ജീവിച്ചിരുന്നു, അവരെ അള്ളാഹു തുടച്ചു മാറ്റിയിട്ട് പകരം മനുഷ്യരെ കൊണ്ടുവന്നതാണ്. അങ്ങനെ മനുഷ്യർ ഭൂമിയിൽ ഖലീഫമാരായി, അതായത് മുമ്പുണ്ടായിരുന്ന ജീവികൾ ആരാണോ അവരെ തുടച്ചു മാറ്റി മനുഷ്യർ ഖലീഫമാര് ആയി. ഇന്നി ജാഇലും ഫിൽ അർദി ഖലീഫ അല്ലെ. അപ്പൊ ഖലീഫയുടെ 3 രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയാണ്, ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് പറയണം, അവരുടെ റെസ്പോൺസ് ആണ് അല്ലെ. അള്ളാഹു ഇത് പറഞ്ഞപ്പോൾ, ഞാൻ ഖലീഫമാരെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ ഖാലു എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു അല്ലെ, ആര്? മലായിക്കത്ത്. അവർ പറയണ അതജഅലു, നീ ഉണ്ടാക്കുകയാണോ, നീ ആക്കുകയാണോ അല്ലെ, ഫീഹ ഭൂമിയിൽ, അതിൽ എന്ന് വെച്ചാൽ ഭൂമിയിൽ അങ്ങനെയുള്ള ഒരു കൂട്ടരെ കൊണ്ടുവരാൻ പോവുകയാണോ? മൻ യാതൊരുവർ, ഏതൊരു കൂട്ടർ, അവരെ കുറിച്ച് എന്താ പറയുന്നത്? അവരെന്ത് ചെയ്യുന്ന? യുഫ്സിദു ഫീഹ, അവരതിൽ ഫസാദ് ഉണ്ടാക്കും അല്ലെ. യുഫ്സിദു ഫാസീൻ ദാൽ, ഫസാദ് എന്നുള്ള വാക്കിൽ നിന്നാണ്. അപ്പൊ അവരിവിടെ കുഴപ്പം ഉണ്ടാക്കും. അങ്ങനെയുള്ള ഒരു കൂട്ടരെ, ഭൂമിയിൽ ക്രമക്കേട് ഉണ്ടാക്കുന്ന ഒരു കൂട്ടരെ നീ കൊണ്ടുവരാൻ പോവുകയാണോ? കറപ്ഷൻ ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാരെ. വയസ്ഫികു ദിമാ, അവര് രക്തം ചിന്തും. യസ്ഫിക് സീൻ ഫ കാഫ്. സഫക്ക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഒഴുകുക, ചിന്തുക എന്നൊക്കെയാണ്. ഇവിടെ രക്തവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ട് രക്തച്ചൊരിച്ചിൽ അവര് ഉണ്ടാക്കും അല്ലെ. മനുഷ്യന്മാരെ അതിന്റെ അർത്ഥം കൊലപാതകം ചെയ്യുന്നതാണ്. കൊന്നാലാണ് സ്വാഭാവികമായിട്ടും അല്ലെ, കൊലയും വെട്ടും കുത്തും കൊലയൊക്കെ നടത്തും. അങ്ങനെയുള്ള ഒരു കൂട്ടരെയാണോ നീ കൊണ്ടുവരാൻ പോകുന്നത്? അദ്ദിമാ എന്ന് പറഞ്ഞാല് ദം എന്നുള്ള വാക്കിന്റെ ബഹുവചനമാണ് ദിമാ. ഓക്കെ, ദിമാ, യസ്ഫിക്കു ദിമാ എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ രക്തം ചൊരിയ, മനുഷ്യന്മാരെ കൊല്ല എന്നൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കൂട്ടരെയാണോ നീ കൊണ്ടുവരാൻ പോകുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ചോദിക്കുകയാണ് അല്ലെ. അപ്പം എന്തുകൊണ്ടാണ് മലായിക്കത്ത് ഇങ്ങനെ ചോദിക്കുന്നത്? മലായിക്കത്തിന് എങ്ങനെയാ അറിയാം അല്ലെ, അങ്ങനെ മനുഷ്യരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ രക്തം ചൊരിയും എന്നുള്ളത്? കാരണം ഈ പറഞ്ഞ പോലെ പണ്ഡിതന്മാരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഭൂമിയിൽ മുമ്പ് ഉണ്ടായിരുന്ന ഏത് സൃഷ്ടികളാണോ അവർ ഒരുപാട് ഭൂമിയിൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളവരാണ്. അവര് ഒരുപാട് രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, ഫസാദ് ഉണ്ടാക്കിയിട്ടുള്ളവരാണ്, കൊലപാതകവും എല്ലാവിധ ക്രമക്കേടുകളും ഉണ്ടാക്കിയിട്ടുള്ളവരാണ്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ഫസാദ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാം അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരണക്കേട് കാണിച്ചിട്ട് ചെയ്യുന്നതൊക്കെ ഫസാദാണ്. അപ്പൊ അവർ അള്ളാഹുവിന് കംപ്ലീറ്റ് അനുസരണക്കേട് കാണിച്ചവരായിരുന്നു ആ സൃഷ്ടികൾ. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്കറിയാം അള്ളാഹുവിന്റെ മറ്റ് സൃഷ്ടികൾ, മലായിക്കത്ത്, അള്ളാഹുവിന് അങ്ങേയറ്റം അനുസരണ കാണിക്കുന്നവരാണ്. പിന്നെ ഇനി മരങ്ങള്, ചെടികള്, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴൊതുങ്ങിയിട്ടുള്ളവരാണ് അല്ലെ. അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവരാണ് ഈ പറഞ്ഞ എല്ലാ സൃഷ്ടികളും. അപ്പം എന്തെങ്കിലും രീതിയിൽ ഫ്രീ വിൽ, അതായത് ചോയ്സ് കൊടുത്തവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പം അങ്ങനെയുള്ള ഒരു സൃഷ്ടികൾ ഭൂമിയിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു എന്നുണ്ടതും അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല, അതായത് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരണക്കേട് കാണിക്കാനുള്ള പവർ അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. മലായിക്കത്തിനും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കല്ലുകൾക്കോ മരങ്ങൾക്കോ സൂര്യനോ ചന്ദ്രനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാവുന്ന ഒരു സൃഷ്ടികൾക്കും അത് ചെയ്യാൻ പറ്റൂല. അപ്പം അതേപോലെയുള്ള ഏതോ സൃഷ്ടികൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നും അവർ കുഴപ്പമുണ്ടാക്കിയിരുന്നു എന്നും ഉള്ളത് കൊണ്ടാണ് മലായിക്കത്ത് ഇത് ചോദിച്ചത് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പം ഇതേപോലെ മനുഷ്യന്മാർക്കും ഈ പറഞ്ഞ ഫ്രീ വിൽ അല്ലെ, ചൂസ് ചെയ്യാനുള്ള ഒരു പവർ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. അപ്പൊ അവരിങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ അവരും ഇതല്ലേ ചെയ്യുക അല്ലെ, രക്തച്ചൊരിച്ചിലല്ലേ ഉണ്ടാക്കുക, അനീതിയല്ലേ ഉണ്ടാക്കുക എന്നാണ് അവരുടെ ചോദ്യം. ഇതുകൊണ്ടാണ് മലക്കുകൾ അത് ചോദിച്ചത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മലക്കുകൾ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ എതിർക്കുകയല്ല, അള്ളാഹുവിന്റെ ഒരു തീരുമാനത്തിനെ എതിർക്കുകയല്ല. അവര് എന്താണ്, അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണെന്ന് അറിയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. എന്തായിരിക്കും റബ്ബ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം? അതിനെന്തെങ്കിലും റീസൺ ഉണ്ടാവുമല്ലോ അല്ലെ. അത് അറിയാൻ വേണ്ടി ചോദിച്ച് മനസ്സിലാക്കണം. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ചോദ്യം ചെയ്ത് എതിർക്കുകയല്ല. ഓക്കെ, അവർക്ക് ഹിക്മത്ത് അറിയാൻ വേണ്ടി മാത്രമാണ്.
തുടർന്ന് അവർ പറയാണ് വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. വനഹ്നു എന്നാൽ ഞങ്ങളോ, അല്ലെ, അവരെ കുറിച്ച് പറയാണ്. നുസബ്ബിഹു നിന്നെ തസ്ബീഹ് ചെയ്യുന്നു, അല്ലെ, നിന്റെ സ്തുതി കീർത്തനം ചെയ്യുന്നു. ബിഹംദിക നിന്റെ പ്രശംസ കൊണ്ട് അല്ലെങ്കിൽ നിന്റെ സ്തുതി കൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. വനുഖദ്ദിസു ലക് നിന്നെ പരിശുദ്ധപ്പെടുത്തുന്നു. അതായത് ചുരുക്കി പറയണേ, ഞങ്ങൾ ഓൾറെഡി നിന്നെ ഇബാദത്ത് ചെയ്യുന്നുണ്ടല്ലോ, അല്ലെ, നിനക്കിനി ഇതിൽ കൂടുതൽ അല്ലെങ്കിൽ അള്ളാഹുവെ നിന്നെ ഇബാദത്തിന്റെ കാര്യമാണെങ്കിൽ അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനു വേണ്ടി വേറൊരു സൃഷ്ടികൾ എന്തിനാ? അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മനുഷ്യന്മാരുടെ ഇബാദത്തിന്റെ ആവശ്യമില്ല, അത് വേറൊരു വശം. ഓക്കെ, അപ്പം മലക്കുകൾക്കാകെ സംശയമായി, അള്ളാഹുവിന് അങ്ങനെ ഇബാദത്തിന്റെ ആവശ്യമില്ല. ഇനി അഥവാ അതാണെങ്കിൽ ഞങ്ങൾ ഓൾറെഡി ഇത്ര വൃത്തിക്ക് ചെയ്യുന്നുണ്ടല്ലോ, അല്ലെ. അപ്പൊ പിന്നെ വേറൊരു സൃഷ്ടികൾ, അതും ഇതുപോലെ കുഴപ്പം പിടിച്ചൊരു സൃഷ്ടികളെ എന്തിനാ കൊണ്ടുവരുന്നത്? അതായിരുന്നു അവരുടെ സംശയത്തിന്റെ പിന്നിൽ, അല്ലെങ്കിൽ അവർക്ക് അത് ക്ലിയർ ആക്കേണ്ട ഒരു കാര്യം ആയിരുന്നു. അപ്പം എന്താണ് നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക, അത് മനസ്സിലാക്കാൻ നോക്കാം. നുസബ്ബിഹു എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സുബ്ഹാനല്ലാഹ്, തസ്ബീഹ്, അല്ലെ, ആ വാക്കുകളൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് വരും. സീൻ ബ ഹ, ഈ സീൻ ബ ഹ സബഹ എന്നുള്ള വാക്കിന്റെ അർത്ഥങ്ങൾ: ഒന്ന്, ഫ്ലോട്ട് ചെയ്യുക. അതായത് എന്തിന്റെങ്കിലും ഫ്ലോട്ട് ചെയ്യാന്ന് വെച്ചപ്പോൾ ഒരു വെള്ളത്തിന്റെ മേലേക്ക് ഒരു തടി പൊങ്ങി കിടക്കൂലേ, അതിനാണ് ഫ്ലോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും ഒരേ ലെവലില് എല്ലാത്തിന്റെയും മേലെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സ്ഥാനം എല്ലാത്തിന്റെയും മേലെ. സൃഷ്ടികൾ അതിന്റെ താഴെയുള്ളത് എന്തോ ആയിക്കോട്ടെ അതിന്റെയൊക്കെ മേലെയാണ്, അല്ലെങ്കിൽ ഒരിക്കലും ഒരു ലെവൽ ചേഞ്ച് ചെയ്യാതെ എപ്പോഴും മേലെ തന്നെ നിൽക്കുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു സവിശേഷത. ആ ഒരു അർത്ഥം സബഹക്ക് ഉണ്ട്. ഇനി സബഹയുടെ മറ്റൊരു മീനിങ് എന്താന്ന് വെച്ചാൽ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാം, അതും വെള്ളത്തിലൂടെ അല്ലെങ്കിൽ എയറിലൂടെ. നീന്തുന്നത് പോലെ, നീന്തുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി യൂസ് ചെയ്യുന്ന വാക്കും കൂടെയാണ് സബഹ. അതായത് വെള്ളത്തിലൂടെ അല്ലെങ്കിൽ എയറിലൂടെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാം. ഈ വെള്ളത്തിലൂടെ എയറിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, അല്ലെ. ലാൻഡിലൂടെ നമ്മളൊരു ട്രെയിനിലോ ബസ്സിലോ ഒന്നും പോകുന്ന പോലെയല്ല, തടസ്സങ്ങൾ ഉണ്ടാവില്ല. ഇപ്പം ഇന്ന് ഒരുപാട് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളൊക്കെ വരുന്നുണ്ട്, പക്ഷെ അതിനെ സ്പീഡാക്കാൻ വേണ്ടി അതിന്റെ തടസ്സങ്ങളൊക്കെ നീക്കിയിട്ടാണ് അവർ ആ ട്രെയിൻ ഉണ്ടാക്കുന്നത്, അല്ലെ. അപ്പം ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുക എന്നുള്ള ഒരു അർത്ഥം കൂടെ ഇതിനുണ്ട്. എന്ത്? സബഹ എന്ന് പറയുമ്പോൾ ഫാസ്റ്റ്നെസ്. അപ്പം ഇതിന്റെ സ്പീഡിനെ കാണിക്കാൻ വേണ്ടിയും കൂടെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സബഹ. അപ്പൊ അതുകൊണ്ടാണ് തസ്ബീഹ് അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പെട്ടെന്നുള്ള വർഷിപ്പ്, ഒരു താമസം വരുത്താത്ത അല്ലെങ്കിൽ ചിന്തിച്ച് ഈ നിൽക്കാതെ പെട്ടെന്ന് തന്നെ. ഇപ്പൊ നമ്മള് അള്ളാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുക എന്തുകൊണ്ടാ? ആ കാര്യം കണ്ടിട്ട് നമ്മൾ എന്താ പറയാ, നമ്മളെ ഹൃദയത്തിന് ആ കാര്യം കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥ, അല്ലെ. പിന്നെ അതിനെ ഒരു ആലോചിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല, അപ്പൊ തന്നെ കീഴൊതുങ്ങുക. അതായത് ഡിലേ ചെയ്യാതെ ഫാസ്റ്റ് ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കീഴൊതുങ്ങുക എന്നുള്ള രീതിയിലുള്ള ഒരു അർത്ഥം കൂടെ സബഹയിൽ നിന്ന് വരുന്നുണ്ട്. അത് പെട്ടെന്നാക്കുക, വൈകിപ്പിക്കാതെ. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, ഫ്ലോട്ട് ചെയ്യുക, മുകളിൽ പൊങ്ങി കിടക്കുക, എല്ലാത്തിനും മേലെ ഒരു മാറ്റവും വരാതെ ഒരേ ലെവലിൽ നിൽക്കുന്നത്. മറ്റു സൃഷ്ടികൾ എന്തായിക്കോട്ടെ, എന്തൊക്കെ ആയിക്കോട്ടെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ലെവലിന് ഒരു മാറ്റവും വരുന്നില്ല, എല്ലാത്തിനും മേലെയാണ്. രണ്ട്, ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുക. അപ്പം ഏറ്റവും പെട്ടെന്നുള്ള ഇബാദത്ത്, നമ്മൾ ചിന്തിച്ച് നിൽക്കാതെ ഞാൻ ആലോചിച്ചിട്ട് ഇബാദത്ത് എടുക്കുക എന്നുള്ളതല്ല. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കറിയാലേ, നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ആലോചിച്ചിട്ടൊന്നുമല്ല സുബ്ഹാനല്ലാഹ് പറയുക, കാരണം നമ്മളുടെ ഹൃദയത്തിന് അത് ഓൾറെഡി കീഴടക്കി കഴിഞ്ഞു, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഒട്ടും അമാന്തിച്ച് നിൽക്കാതെയുള്ള ഇബാദത്ത്, ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അത് ഒരു കാര്യം. പിന്നെ സുബൂഹ് എന്നുള്ള വാക്കിന് എന്താണ്, ഏറ്റവും പെർഫെക്റ്റ് അല്ലെങ്കിൽ ഏറ്റവും അധികം സ്തുതിക്ക് അർഹമായത് എന്നൊക്കെയുള്ള എല്ലാത്തിന്റെയും എല്ലാ ഇംപെർഫെക്ഷൻ, എന്താ പറയാ, ഇംപെർഫെക്ഷൻ എന്നുള്ളതിന് മലയാളം വാക്ക് എന്താണ്? അതായത് ഒരു തരത്തിലുള്ള മോശവും ഇല്ലാത്ത, അതിൻ്റെയൊക്കെ മേലെ എന്നുള്ള അർത്ഥം കൂടെ സുബൂഹ് എന്നുള്ള വാക്കിന് ഉണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പെർഫെക്ഷനെ, അള്ളാഹു ഏറ്റവും പെർഫെക്റ്റ് ആണ്, അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് ആ ഒരു രീതിയും കൂടെയാണ് തസ്ബീഹ് എന്ന് പറയുന്നത്. അള്ളാഹു എല്ലാ ഇംപെർഫെക്ഷനിലും അതീതനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ഡെഫിഷ്യൻസിക്കും, എല്ലാ കഴിവുകേടിനും, എല്ലാ വീക്ക്നെസ്സിനും സൃഷ്ടികളുമായിട്ട് ഒരു തരത്തിലും സാമ്യത ഇല്ലാത്ത രീതിയിൽ അള്ളാഹു പെർഫെക്റ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് സുബൂഹ്.
അപ്പം സുബ്ഹാൻ അള്ളാഹ് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ മാനുഷികമായിട്ടുള്ള എല്ലാ വീക്ക്നെസ്സിനും മേലെയാണ് അള്ളാഹു സുബ്ഹാന തആല എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ വനഹ്നു നുസബ്ബിഹു, ഞങ്ങൾ നിന്നെ പരിശുദ്ധപ്പെടുത്തുന്നു അല്ലെ. അങ്ങേയറ്റം ഇനി ഇതിന്റെ മേലെ വേറൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ നിന്നെ പരിശുദ്ധപ്പെടുത്തുന്നു എന്ന് പോരായ്മകൾ, ഇംപെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ പോരായ്മകളൊക്കെ. മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈർ. എല്ലാത്തിന്റെയും മേലെ ആകുന്ന രീതിയിൽ ഞങ്ങൾ നിന്നെ എന്താണ് സ്തുതിക്കുന്നുണ്ട്. അത് എങ്ങനെ? ബി ഹംദിക, നിന്റെ ഹംദ് പറഞ്ഞുകൊണ്ട് അല്ലെ. നിന്റെ ഹംദിനെ കുറിച്ച് നമ്മൾ മുമ്പ് ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ നിന്റെ ഹംദ് കൊണ്ട് ഞങ്ങൾ നിന്നെ അങ്ങേയറ്റം തസ്ബീഹ് ചെയ്യുന്നുണ്ട് അല്ലെ. നിന്റെ എല്ലാ ക്വാളിറ്റീസും അതിനകത്ത്, ഒരു പോരായ്മ ഇല്ല എന്ന് പറയുമ്പോൾ നിന്റെ എല്ലാ ക്വാളിറ്റീസും അതിനകത്ത് പെട്ടു അല്ലെ. അപ്പൊ വനഹ്നു നുസബ്ബിഹു ബിഹംദിക, അതും കൂടാതെ വനുഖദ്ദിസു ലക്, അതായത് ഖാഫ് ദാൽ സീനാണ് നുഖദ്ദിസു. ഖുദ്സ് എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കേൾക്കുന്ന വാക്കാണ്. അതായത് പരിശുദ്ധമായ ഭൂമി, പരിശുദ്ധ ഭൂമി. എന്തുകൊണ്ടാണ്? അവിടെ ബൈത്തുൽ മുഖദ്ദസ് ഉണ്ട് അല്ലെ. കാരണം അത് പല പ്രവാചകന്മാരുടെയും ജന്മസ്ഥലവും അവരുടെയൊക്കെ ഖബറടക്കിയ സ്ഥലവും കൂടെ ആയിരുന്നു എന്ത്? പലസ്തീൻ, അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ്, അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം, പരിശുദ്ധമായ ഭൂമി. അപ്പം ഖുദ്സ് എന്ന് പറയുന്ന വാക്ക് എന്തോ വളരെയധികം പ്യുവർ ആയിട്ടുള്ള, പരിശുദ്ധമായിട്ടുള്ള, അതായത് അങ്ങേയറ്റം ദൂരെ അല്ലെങ്കിൽ അങ്ങേയറ്റം പരിശുദ്ധം എന്നാണ്. ദൂരെ എന്ന് പറയുന്നത് എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഒരുപാട് ദൂരെ എന്നുള്ള അർത്ഥത്തിലാണ് ഖുദ്സിന് ആ ഒരു അർത്ഥം വരുന്നത്. എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ദൂരെ ഏറ്റവും പരിശുദ്ധമായത്. അപ്പൊ തഖ്ദീസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നിനെ അങ്ങേയറ്റം പരിശുദ്ധപ്പെടുത്തുക. കാരണം ഖുദ്സ് എന്ന് പറയുന്നത് ഒരു സാധാരണ പരിശുദ്ധി, സാധാരണ വൃത്തിയല്ല. ഏറ്റവും ടോപ്പ്, ഏറ്റവും മാക്സിമം പരിശുദ്ധിയാണ് ഖുദ്സ്. ഓക്കെ, അതായത് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് പല ലെവലുകളുണ്ട്. അപ്പൊ നമ്മൾ വീട് ക്ലീൻ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ അഴുക്കുകൾ, വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം സെപ്പറേറ്റ് ചെയ്യും അല്ലെ. വൃത്തിയുള്ളതിന് വൃത്തിയില്ലാത്തതിൽ നിന്ന് മാറ്റും. അതിനൊക്കെ ഒരു കവറിലാക്കിയിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളത് മാറ്റും. അത് ഒരു ലെവല്. ഇനി അത് മാറ്റി വെച്ചാലും പോരാ, നമ്മൾ അത് വീട്ടിൽ നിന്ന് കളയണം അല്ലെ, പുറത്തേക്ക് കളയണം. അപ്പോഴാണ് ഒന്നും കൂടെ വൃത്തിയാകുന്നത്. മാറ്റി വെച്ചതുകൊണ്ട് ആയില്ല. അപ്പം അത് നമ്മൾ അത് കളക്ട് ചെയ്യാൻ വരുന്ന ആരാണോ, അവർക്കൊരു വാനോ വണ്ടിയോ എന്താ വരുന്നതെന്ന് വെച്ചാൽ അവർക്കത് കൊടുക്കും. അത് രണ്ടാമത്തെ ലെവല്. നമ്മൾ ആദ്യം വൃത്തികേടിനെ മാറ്റി വെച്ചു, പിന്നെ വൃത്തികേടിനെ നമ്മൾ ദൂരെയാക്കി. ഇനി ഇതൊക്കെ ആണെങ്കിലും ആ വൃത്തികേട് ഉണ്ടായിരുന്ന സ്ഥലം, ഇപ്പൊ നമ്മളൊരു ഫുഡ് വേസ്റ്റ് ആലോചിക്കുക. ഫുഡ് വേസ്റ്റ് ആദ്യം ഇട്ട് വെച്ചിരുന്ന ഒരു ബക്കറ്റ് നമ്മൾ അതിന്റെ വേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പോലും അതിന്റെ ആ ഒരു ഭാഗത്തിന് വൃത്തിയൊന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ നമ്മൾ അത് ക്ലീൻ ചെയ്ത് അവിടുത്തെ മണം കളഞ്ഞ്, അവിടെ ഒരു അടയാളം പോലും ഇല്ലാതെ അതിന്റെ മണമൊക്കെ മാറ്റി നല്ല മണമൊക്കെ ആക്കി ആ രീതിയിൽ ക്ലീൻ ചെയ്യുമ്പോൾ വീണ്ടും ക്ലീൻ ആയി. അങ്ങനെ ഡിഫറെന്റ് ലെവലുകൾ ഉണ്ട് ക്ലീനിങ്ങിന്. അപ്പം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഏറ്റവും പീക്ക് ക്ലെൻലിനെസ്, ഏറ്റവും പീക്കായിട്ടുള്ള പരിശുദ്ധി, അതാണ് ഖുദ്സ്. ഓക്കെ, ഒരു തരത്തിലുള്ള ഒരു മാലിന്യത്തിനും ഇടയില്ലാത്ത, ഒരു തരത്തിലുള്ള ഒരു പോരായ്മക്കും ഇടയില്ലാത്ത രീതിയിൽ പരിശുദ്ധപ്പെടുത്തുന്നതിനാണ് എന്താണ് തഖ്ദീസ് എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ആ രീതിയിൽ നുഖദ്ദിസു ലക അല്ലെ, നിന്നെ അങ്ങേയറ്റം പരിശുദ്ധപ്പെടുത്തുന്നുണ്ട് അല്ലെ, അങ്ങേയറ്റം നിന്നെ സ്തുതിക്കുന്നുണ്ട്, അങ്ങേയറ്റം പരിശുദ്ധപ്പെടുത്തുന്നുണ്ട്. ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും ഒരു തരത്തിലുള്ള പോരായ്മകളും കഴിവുകേടുകളും നിന്നിൽ ഇല്ല എന്നുള്ള രീതിയിൽ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല അത്രയും പീക്കായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നുണ്ടല്ലേ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ നിന്നെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ഈ വാക്ക് സുബ്ബൂഹും ഖുദ്ദൂസും ഡിക്ഷണറിയിൽ പറഞ്ഞിട്ടുള്ളത് ലൈസ ഫിൽ കലാമി ഫുഊലു ബി വാഹിദത്തിൻ, അതായത് ഈ രണ്ട് വിശേഷണങ്ങൾ പോലെ വേറെ ഒരു കലാം ഇല്ല എന്നാ പറയുന്നത്. സുബ്ബൂഹും ഖുദ്ദൂസും പോലെ അത്രക്ക് പീക്കായിട്ടുള്ള വിശേഷണങ്ങളാണ് സുബ്ബൂഹും ഖുദ്ദൂസും. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം സഹീഹ് മുസ്ലിമിൽ വന്ന ഒരു റിപ്പോർട്ട്, അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചോദിക്കുകയുണ്ടായി, ഏതാണ് ഏറ്റവും ബെസ്റ്റ് കലാമുകൾ, ഏറ്റവും ബെസ്റ്റ് വാക്ക്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക്, മലക്കുകൾക്കും അവന്റെ ഏറ്റവും ഉത്തമരായ അടിമകൾക്കും വേണ്ടി തെരഞ്ഞെടുത്ത വാക്കുകൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഏറ്റവും ഉത്തമമായ വാക്കുകൾ അതാണ്. അപ്പം ഏറ്റവും ഉത്തമമായത് ഉപയോഗിച്ചാണ് മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു തആലയെ സ്തുതിക്കുന്നത്. സൂറത്തു സാഫാത്തില്
166 ആയത്തിൽ പറയുന്നുണ്ട് വ ഇന്ന ലനഹ്നുൽ മുസബ്ബിഹൂൻ, നിശ്ചയമായും ഞങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധി വാഴ്ത്തുന്നവരുമാണ്. ആര്? മലായിക്കത്ത്. സൂറത്ത് അൻബിയായില് 19-20 ആയത്തുകളില് വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വലാ യസ്തഹ്സിറൂന യുസബ്ബിഹൂന ലൈല വന്നഹാറ ലാ യഫ്തറൂൻ, അവന്റെ അടുത്തുള്ളവർ അവന് വഴിപ്പെടുന്നതിൽ ഒട്ടും അഹങ്കരിക്കുന്നില്ല. ആര്? മലായിക്കത്ത്. അവർ ക്ഷീണിക്കുന്നുമില്ല. അവർ രാവും പകലും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവർ തളരുകയില്ല. അപ്പം അവര് കണ്ടിന്യൂസ് ആയിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊരിക്കലും തളരുന്നില്ല, ഒരിക്കലും ബോറടിക്കുന്നില്ല, അല്ലെ? അപ്പം ഇത്രയും ഞങ്ങൾ നിന്നെ ഇബാദത്ത് ചെയ്യുന്നുണ്ടല്ലോ റബ്ബേ, ഇനി നിനക്ക് എന്തിനാ വേറൊരു സൃഷ്ടികളുടെ ഇബാദത്ത്? എന്തിനാണ് ഇതുപോലെ ഒരു സൃഷ്ടികളെ ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരു ഖലീഫമാരെ കൊണ്ടുവരുന്നത്? അവരുടെ അതിന് പിന്നിലെ ഹിക്മത്ത് അറിയാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത് ചോദിക്കണം. അള്ളാഹുവിന്റെ മറുപടി ഖാല, അള്ളാഹു പറഞ്ഞു, ഇന്നി, വീണ്ടും നിശ്ചയമായും ഞാൻ, അഅ്ലമു മാ ലാ തഅ്ലമൂൻ, നിങ്ങൾക്കറിയാത്തത് ഞാൻ അറിയുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം എനിക്കറിയാം മനുഷ്യരുടെ ഇടയിൽ എന്നെ ഇബാദത്ത് ചെയ്യുന്നവരും ഉണ്ടാവും. ശരിയാണ്, അവരുടെ ഇടയിൽ ഫസാദ് ഉണ്ടാവും, അവരുടെ ഇടയിൽ രക്തം ചൊരിച്ചിലുണ്ടാവും. പക്ഷെ അതേ സമയം മനുഷ്യരുടെ ഇടയിൽ ആരൊക്കെ ഉണ്ടാവും? അള്ളാഹുവിന്റെ ഏറ്റവും അനുസരണയുള്ള ആബിദുകൾ ഉണ്ടാവും, പ്രവാചകന്മാരുണ്ടാവും, സത്യസന്ധരുണ്ടാവും, ജിഹാദ് ചെയ്യുന്നവരുണ്ടാവും, അള്ളാഹുവിന് അങ്ങേയറ്റം അനുസരണ കാണിക്കുന്നവരുണ്ടാവും. നമ്മൾ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം പഠിച്ചപ്പോൾ, അല്ലെ, അൻഅംത എന്ന് പറഞ്ഞാല് അൻഅംത അലൈഹിം എന്ന് പറയുന്നത് ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽ അംബിയ, അസ്സിദ്ദീഖീൻ, അസ്വാലിഹീൻ, അശ്ശുഹദാ, അല്ലെ? അപ്പം അങ്ങനെയുള്ള ആളുകളും അവരിൽ ഉണ്ടാവും. എല്ലാ മനുഷ്യന്മാരും എന്താണ്? മോശപ്പെട്ടവരല്ല. അത് ആർക്കറിയാം? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാം. മുമ്പുള്ള സൃഷ്ടികളെ പോലെ അല്ല അവര്. മുമ്പുള്ള സൃഷ്ടികൾ ശരിയാണ്, അവർ പലതും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ കൊലപാതകം നടത്തിയിട്ടുണ്ട്, അവർ രക്തച്ചൊരിച്ചിൽ നടത്തിയിട്ടുണ്ട്. ഏത് എക്സ്ട്രീം വരെ? അവരുടെ ഭൂമിയിലുള്ള നിലനിൽപ്പ് തന്നെ എടുത്തു മാറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ഭൂമിയിലുള്ള അധികാരം വേറൊരു സൃഷ്ടികൾക്ക്, അതായത് മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന രീതിയിൽ അവര് രക്തച്ചൊരിച്ചിലും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹ്ക്കറിയാം ഇനി കൊണ്ടുവരാൻ പോകുന്ന ഈ ഒരു വിഭാഗം അവരിൽ എല്ലാവരും അല്ലെങ്കിലും, അതായത് അവരിലും ഇതുപോലെ രക്തച്ചൊരിച്ചിലും ഫസാദുകളും ഒക്കെ ഉണ്ടാവുമെങ്കിലും അവരിലും എനിക്ക് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. പക്ഷെ മലായിക്കത്തിൻ്റെത് നമ്മൾ നിന്നെ ഇബാദത്ത് ചെയ്യുന്നുണ്ടല്ലോ, അല്ലെ? പിന്നെ ഇവരെന്താ എന്നുള്ളത്. അപ്പം നമുക്ക് ഇനിയുള്ള ആയത്തുകൾ ഇൻഷാല്ലാ കാണാം എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അഅ്ലമു മാ ലാ തഅ്ലമൂൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണ് മനുഷ്യനി കൊണ്ടുവരാൻ പോകുന്ന വിഭാഗത്തിന്റെ, ഈ ഖലീഫമാരുടെ, മനുഷ്യന്മാരുടെ ഇബാദത്തിന് മലക്കുകളുടെ ഇബാദത്തിൽ നിന്നുള്ള വ്യത്യാസം എന്ന് നമുക്ക് വരുന്ന ആയത്തുകളിൽ കാണാം ഇൻഷാല്ലാ. അപ്പം അതാണ് ഈ ആയത്ത്. ഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, അല്ലെ? നിന്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, ഞാൻ ഭൂമിയിൽ ഖലീഫമാരെ കൊണ്ടുവരാൻ പോവാണ്. ഖാലു, അവർ പറഞ്ഞു, അതജഅലു ഫീഹ, നീ ആക്കാൻ പോവുകയാണോ അതിൽ, മയ്യുഫ്സിദു ഫീഹ വയസ്ഫിഖു ദിമാ, കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരല്ലേ? വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, ഞങ്ങളാണെങ്കിലോ നിന്റെ സ്തുതി, നിന്റെ ഹംദ് കൊണ്ട് നിന്നെ സ്തുതിക്കുന്നു, നിന്നെ പരിശുദ്ധപ്പെടുത്തുന്നു. ഖാല ഇന്നി അഅ്ലമു മാ ലാ തഅ്ലമൂൻ, അല്ലാഹു അവരോട് മറുപടി പറയാണ്, നിശ്ചയമായും എനിക്ക് നിങ്ങൾക്കറിയാത്തതും അറിയാം. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ആയത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ എന്ന് നോക്കാം ഇൻഷാല്ലാ. ഏറ്റവും ആദ്യം അള്ളാഹു പറയാണ്, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇൻഫോം ചെയ്യാണ്, അല്ലെ? അള്ളാഹുവിന് അങ്ങനെ ഇൻഫോം ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? അള്ളാഹുവിന് അവരുടെ പെർമിഷൻ എടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇവിടെ ഞാൻ ഇന്ന ഒരു കാര്യം ചെയ്യാൻ പോവാണെന്ന്. അള്ളാഹു അൽ മാലിക്കാണ്, അല്ലെ? അള്ളാഹു അൽ മലിക്കാണ്, എല്ലാത്തിന്റെ ഓണറാണ്. എല്ലാ പവറും അള്ളാഹുവിന്റെ കയ്യിലുണ്ട്. അള്ളാഹുവിനെ ആർക്കും ചോദ്യം ചെയ്യാനും പറ്റൂല, അല്ലെ? എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയാണ്, എന്തിന്? അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഉണ്ടാക്കാൻ പോകുന്ന സൃഷ്ടികള് മലായിക്കത്തിനെ ഇഫക്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്, അല്ലെ? കാരണം നമ്മൾക്ക് വേണ്ടി പല കാര്യങ്ങളും മലായിക്കത്ത് ചെയ്തു തരുന്നുണ്ട്. നമ്മളുടെ നന്മകൾ തിന്മകൾ എഴുതുന്നുണ്ട്, നമ്മളുടെ അമലുകൾ കൊണ്ട് മുകളിലേക്ക് പോകുന്നുണ്ട്, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പോൾ ഒരുപാട് നമ്മൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരുന്ന ഡ്യൂട്ടി ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സൃഷ്ടിപ്പ് കാരണം, മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പ് കാരണം എന്തായാലും ഇഫക്റ്റഡ് ആവുന്ന ഒരു കൂട്ടരാണ് മലായിക്കത്ത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഇൻഫോം ചെയ്യാണ്, അല്ലെ? നമ്മൾ ഇതിൽ നിന്ന് എന്താ പഠിക്കണ്ടേ?
നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ അത് ഇൻഫോം ചെയ്യണം, അല്ലേ? ഒരു തീരുമാനം എടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ നമ്മൾ അറിയിക്കണം. നമുക്ക് പലപ്പോഴും അതിന് നമ്മൾ അവരുമായിട്ട് കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ മാഷാ അല്ലാഹ് വളരെ നല്ല കാര്യം. കൺസൾട്ട് ചെയ്യുകയും ഇൻഫോം ചെയ്യുകയും ചെയ്യാന്നുള്ളത് നമ്മളുടെ ഡ്യൂട്ടിയിൽ പെട്ടതാണ്. നമുക്ക് പൊതുവെ പലപ്പോഴും ഇപ്പൊ നമ്മളൊരു ഉമ്മയാണ്, ഞാൻ ഉമ്മയല്ലേ, എന്റെ ഡ്യൂട്ടികൾ ഞാൻ ചെയ്യുന്നു, ഇപ്പൊ അതൊക്കെ മക്കളെ അറിയിക്കണം എന്നുണ്ടോ? അല്ലെങ്കിൽ എല്ലാ വീട്ടിലുള്ള എല്ലാവരെയും അറിയിക്കണം എന്നുണ്ടോ? അല്ലെ? അല്ലെങ്കിൽ ഞാൻ ഒരു അമ്മായിയമ്മയാണ്, എനിക്ക് അതിന്റെ പവർ ഉണ്ട്, അല്ലെ? ഞാൻ അതിന് ആരോടും പെർമിഷൻ ഒന്നും എടുക്കാൻ പോകേണ്ട കാര്യമില്ല, ഇത് എന്റെ വീടാണ്, എന്റെ ഭരണമാണ്, അല്ലെ? ഞാനാണ് ബോസ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ അറിയിക്കണം. നമ്മൾ അവരുമായിട്ട് കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലത്. കൺസൾട്ട് ചെയ്യാതെ നമ്മൾ എടുക്കുന്ന തീരുമാനമാണെങ്കിൽ അവരെ അറിയിച്ചിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ, അല്ലെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ഒരു ദൂതനായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭൂമിയിൽ എന്തൊരു കാര്യം നടപ്പാക്കണമെങ്കിലും അതിന് അള്ളാഹ്ക്ക് വഹീ കൊടുത്ത് പ്രവാചകനെ കൊണ്ട് നടത്തിപ്പിക്കായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അള്ളാഹു പറഞ്ഞു, നീ നിന്റെ സഹാബിമാരുടെ ഉപദേശം തേടാൻ വേണ്ടി, അല്ലെ, ഷൂറ നടത്താൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നമ്മുടെ ഇസ്ലാമിക സമൂഹം കണ്ടു പഠിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും കണ്ടു പഠിക്കേണ്ട കാര്യമാണ്. എന്തും നമ്മൾ നടപ്പാക്കുമ്പോൾ ഒരു മ്യൂച്വൽ കൺസൾട്ടേഷൻ, എന്നിട്ട് അതുവഴി നടത്താം. സുബ്ഹാനല്ലാഹ്. ഇനി അഥവാ നമ്മൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് അറിയിക്കുക. അത് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന അല്ലെങ്കിൽ ഇഫക്റ്റഡ് ആവുന്ന ആളുകളെ തീരുമാനം അറിയിക്കുക. അടുത്തൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഹക്കീമാണ്, അല്ലെ? അള്ളാഹു അൽ ഹക്കീമാണ്. നമുക്കറിയാം അള്ളാഹു ഭയങ്കര ഹിക്മത്തുള്ള റബ്ബാണ് നമ്മളുടെ. അപ്പം അള്ളാഹു മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഒരു രീതി, അതായത് ഖലീഫ എന്ന് പറഞ്ഞ, അല്ലെ, ജനറേഷൻ ബൈ ജനറേഷൻ ആയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാം കൂടെ ഒറ്റയടിക്ക് കൊണ്ടുവന്നതല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയ, ഭൂമിയിൽ വരാനുള്ള മനുഷ്യന്മാരെല്ലാം ഒരൊറ്റ സ്ട്രെച്ചിൽ ഒറ്റയടിക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? ഒന്നാമത് സ്ഥലം ഇല്ലാത്തതിന്റെ പേരിൽ ആകെ പ്രശ്നമാവുമായിരുന്നു, അല്ലെ? ഭൂമിയിലുള്ള എല്ലാ റിസോഴ്സസും, വെള്ളവും വായുവും ചെടികളും മരങ്ങളും ഒക്കെ ഒറ്റയടിക്ക് അങ്ങ് കൺസ്യൂം ചെയ്ത് തീർന്നു പോവായിരുന്നു, നശിച്ചു പോവായിരുന്നു. എല്ലാവരും ഒറ്റയടിക്ക് ഒന്നിച്ച് മരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ആ ഒരു ലൈഫ് സ്പാൻ അങ്ങ് തീർന്നു പോകും, അല്ലെ? പിന്നെ ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലുള്ള പരീക്ഷണത്തിന് അർത്ഥം ഇല്ലാണ്ടാവും. കാരണം നമ്മൾ കാലങ്ങളോളം എന്താവും എന്ന് ആലോചിച്ച് ജനറേഷൻസോളം വെയിറ്റ് ചെയ്യലാണ് ഈ ടെസ്റ്റിന്റെ ത്രില്ല്. സുബ്ഹാനല്ലാഹ്. ഒറ്റയടിക്ക് വന്ന് എല്ലാവരും ജനിച്ച് എല്ലാവരും മരിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ടെസ്റ്റിന് ഒരു അർത്ഥമില്ലാതായി പോവായിരുന്നു. നമ്മളിപ്പോഴത്തെ ഒരു രീതിയിൽ നമുക്ക് കുറച്ച് ആൾക്കാരെ ചെറുപ്പക്കാരായിട്ട് കാണുന്നുണ്ട്, കുറച്ച് ആൾക്കാരെ വയസ്സായിട്ടുള്ളവരായിട്ട് കാണുന്നുണ്ട്, അല്ലെ? അതുകൊണ്ട് നമുക്ക് പ്രായമുള്ളവരെ ബഹുമാനിക്കാനും അവരിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും, ചെറിയവരെ, പ്രായത്തിൽ കുറഞ്ഞവർക്ക് അവരോട് സ്നേഹം കാണിക്കാനും അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ എല്ലാവരും ഒന്നിച്ച് മരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വകുപ്പ് നമുക്ക് ഉണ്ടാവില്ലായിരുന്നു. നമ്മളൊരു ചെറിയ കുഞ്ഞിനെ പോലില്ലായിരുന്നു, അല്ലെ? ഒരു ചെറിയ കുഞ്ഞ് ജനിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, സുബ്ഹാനല്ലാഹ്. അതിന്റെ ഓരോ മൊമെന്റ്സും, അത് വളർന്നു വരുന്ന ഓരോ മൊമെന്റ്സും, അതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്, അല്ലെ? അതിലും ഒരു ഹിക്മത്ത് ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിയാണ് അതിനകത്ത്, ഭയങ്കര ക്യൂട്ടാണ്. അത് നമുക്ക് കിട്ടൂലായിരുന്നു എല്ലാവരും ഒരേ സമയത്ത് ജനിച്ച് ഒരേ സമയത്ത് മരിക്കുകയാണെങ്കിൽ. പ്രായമുള്ളവരെ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ, അല്ലെ, അവരെ ബഹുമാനിച്ചിട്ട് അതുവഴി നേടാനുള്ള പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. ഇനി അവരുടെ അവസ്ഥകൾ പലപ്പോഴും കണ്ടിട്ട് നമുക്ക് ഇപ്പൊ അൽഹംദുലില്ലാഹ് ഇത്രയും ആരോഗ്യവും എല്ലാം ഉണ്ട്, പലതും ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് ഈ കഴിവുകളൊക്കെ ഉണ്ട്, അതിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനും അതിനെ വാല്യൂ ചെയ്യാനും നമുക്ക് പറ്റൂലായിരുന്നു പ്രായമുള്ളവരെ, നമ്മളുടെ കണ്ണിന് മുമ്പിൽ നിന്ന് മരിച്ചു പോകുന്നവരെ, അവരുടെ അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ. അപ്പൊ അത് വലിയ ഹിക്മത്താണ്, വലിയൊരു ബ്ലെസ്സിങ് ആണ്, അല്ലെ? അതുപോലെ ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ജനറേഷൻ ബൈ ജനറേഷൻ ആയിട്ട് മനുഷ്യരെ കൊണ്ടുവന്നതിന് പിന്നിൽ വലിയൊരു ഹിക്മത്ത് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ ഖലീഫയായിട്ട് ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നതിന്. സുബ്ഹാനല്ലാഹ്. വേറൊരു കാര്യം നമുക്ക് ഈ ആയത്തിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ളത്, ചില കാര്യങ്ങളിൽ തിന്മകൾ ഉണ്ടാവും, പക്ഷേ തിന്മകൾ ഉണ്ടെങ്കിലും അതിനൊരു നല്ല വശം ഉണ്ടാവും, അല്ലെ? നമുക്ക് പലപ്പോഴും പലതും അത് വളരെ മോശമാണെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കാറുണ്ട്. പക്ഷെ ആ മോശത്തിന്റെ പിന്നിലും ഒരു നന്മയുണ്ടാവും. ഇത് ഈ ആയത്തിൽ എവിടെയാ വരുന്നത്? മലായിക്കത്ത് മനുഷ്യന്മാരുടെ കാര്യം, അല്ലെങ്കിൽ ഇനി കൊണ്ടുവരാൻ പോകുന്ന സൃഷ്ടികളുടെ കാര്യം പറഞ്ഞു, അല്ലെ? അവർ കൊലവിളിക്കാൻ പോവാണ്, അവർ ഫസാദ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. അവര് അനുസരണക്കേട് കാണിക്കുന്നവരുണ്ടാവുമായിരിക്കും, അവർ എന്നെ എതിർക്കുന്നവരുണ്ടാവുമായിരിക്കും, കൊലപാതകം ചെയ്യുന്നവരുണ്ടാവുമായിരിക്കും, പക്ഷെ അവരുടെ ആ തിന്മകളെക്കാൾ കൂടുതൽ വെയിറ്റുള്ള നന്മകളുള്ള ആളുകൾ അവരുടെ ഇടയിൽ ഉണ്ടാവും. ആരാണ്? സച്ചരിതരായിട്ടുള്ള ആൾക്കാർ, അല്ലെ? സ്വാലിഹീങ്ങൾ. സുബ്ഹാനല്ലാഹ്.
നമുക്ക് ശരിക്കും ഇന്നത്തെ ലോകത്തിന്റെ ഈ ഒരു സ്കെയിൽ അറിയാം അല്ലെ, എവിടെയാണ് നന്മ ഇരിക്കുന്നത്, എവിടെയാണ് തിന്മ ഇരിക്കുന്നത്, എത്രത്തോളം ഹെവിയാണ് തിന്മയുടെ തുലാസ് നമുക്കറിയാം അല്ലെ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനകത്ത് നന്മ കാണാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളോ മിക്കപ്പോഴും എന്തിൻ്റെങ്കിലും ഒരു നെഗറ്റീവ് കണ്ട് ആരുടെങ്കിലും ഒരു നെഗറ്റീവ് ക്വാളിറ്റിയിൽ സ്റ്റക്കായിട്ട് ഓരെ വെറുത്ത് അവരെ കംപ്ലീറ്റ് ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കി കിട്ടിയാൽ മതിയെന്നോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരാണ് അല്ലെ. ഏതെങ്കിലും ഒരു ശരിക്കും ഒന്ന് ആലോചിച്ചൊക്കെ, ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഭൂമിയിലുള്ള നന്മയുടെയും തുലാസ് തൂക്കിക്കഴിഞ്ഞാൽ എത്ര ചെറുതായിരിക്കും നന്മയുടെ തുലാസ് അല്ലെ നമ്മളുടെ കാഴ്ചയില്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഭയങ്കര ഹെവിനെസ് കാണാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഏതൊരാൾക്കും ഇനി എത്ര നെഗറ്റീവ് സൈഡ് ഉണ്ടാവുകയാണെങ്കിലും അയാൾക്കൊരു നന്മയുടെ വശവും ഉണ്ടാവും. നമ്മൾ എവിടെയാ ഫോക്കസ് ചെയ്യേണ്ടത്? നന്മയുടെ വശത്ത്, പോസിറ്റിവിറ്റിയുടെ സൈഡിൽ. സുബ്ഹാനല്ലാഹ്. ഒരൊറ്റ സൃഷ്ടികളും പെർഫെക്റ്റ് അല്ല, നമ്മളും പെർഫെക്റ്റ് അല്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല ഒരാള് എന്നുള്ളതിന്റെ പേരിൽ അയാൾ കംപ്ലീറ്റ് 100% ബാഡ് അല്ല. അവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പ്രയോജനപ്രദമുള്ള ഉണ്ടാവും. അവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെടാവുന്നത് ഉണ്ടാവും. എന്തെങ്കിലും ഒന്ന് നമുക്ക് നന്മയുള്ളത് ഉണ്ടാവും. പക്ഷെ നമ്മളുടെ കണ്ണില് ഒരിക്കലും അത് കാണൂല അല്ലെ. നമ്മൾ വളരെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നാരോ ആയിട്ട് ചിന്തിക്കുകയുള്ളൂ. അവരെ നെഗറ്റീവ് സൈഡ് മാത്രമേ നമുക്ക് അപ്പൊ കാണാൻ പറ്റുള്ളൂ. മറ്റേ കണ്ണ് നമ്മൾ അവിടെ അടച്ചു വെച്ചിട്ട് ഒരു സൈഡിൽ കൂടെ നെഗറ്റീവ് മാത്രം നമ്മൾ നോക്കിക്കാണും. നമ്മൾ അവരുടെ നല്ല വശങ്ങളൊക്കെ കംപ്ലീറ്റ് തുടച്ചു നീക്കുന്നത് പോലെ. അപ്പം എന്താണ്, നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് വേർത്തുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ അനുസരിക്കുന്ന ആൾക്കാർ ആ കൂട്ടത്തിൽ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മളെപ്പോഴും ഒരാളിൽ നെഗറ്റീവ് കാണുമ്പോൾ എവിടെയെങ്കിലും അയാളുടെ ഒരു നന്മയുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുക. നന്മയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. പലപ്പോഴും നമ്മളുടെ ഹൃദയം തന്നെ എന്താണ്, ഇന്ന ആള് മോശമാണ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. എനിക്ക് അവരെ സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ അനിയത്തിനെ സഹിക്കാൻ പറ്റുന്നില്ല, ഒരുമാതിരി സ്വഭാവമാണ്, എൻ്റെ ഈ മോൻ ഇങ്ങനെയാണ് പറഞ്ഞാൽ കേൾക്കില്ല, അല്ലെങ്കിൽ എൻ്റെ അമ്മായിമ്മ അങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ബോസ് ഇങ്ങനെയാണ് അല്ലെ, എന്നിട്ട് അങ്ങ് കട്ട് ഓഫ് ചെയ്ത് കളയാ. വേണ്ട. നമ്മൾ കഴിഞ്ഞ ആയത്തുകളിൽ പഠിച്ചിരുന്നു അല്ലെ, വയഖ്തഊന മാ അമറല്ലാഹു അൻ യൂസൽ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ലോകത്ത് എന്തിനും ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ, ഏതൊരാൾക്കും ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ അതിനൊരു പോസിറ്റീവ് സൈഡും ഉണ്ട്. വേനൽ വരുമ്പോൾ അതിന് ചൂടുണ്ട്, പക്ഷെ അതേപോലെ അതിൽ ഒരു ഭംഗിയുണ്ട് കാണാൻ അല്ലെ. മഴ വരുമ്പം അതിൽ തണുപ്പുണ്ട്, ഒരുപാട് വെള്ളമുണ്ട്, അതിലും ആവശ്യമുണ്ട്. കാരണം മഴ വന്നിട്ട് വേണം നമുക്ക് നമ്മളുടെ ജീവൻ തന്നെ നിലനിർത്തുന്നത് മഴയാണ്. അപ്പം എല്ലാത്തിലും ഒരു നെഗറ്റീവിനും ഒരു പോസിറ്റീവ് എന്തായാലും ഉണ്ടാവും. നമ്മൾ പോസിറ്റീവില് അല്ലെങ്കിൽ ആ നന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. ഇനി മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ വെച്ച് നോക്കുമ്പോൾ പലരും പറയാറുണ്ട്, മലക്കുകൾ പറഞ്ഞത് ശരി തന്നെയാണ് അല്ലെ, അമ്മാതിരി ഫസാദല്ലേ ഭൂമിയിൽ ഉണ്ടാവുന്നത്, അത്രമാത്രമല്ലേ ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ളത് എന്നല്ലേ. പക്ഷേ ശരിക്കും ഭൂമിയിൽ മനുഷ്യന്മാര് ഒരുപാട് ഫസാദ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് നല്ല കാര്യങ്ങൾ മനുഷ്യന്മാർ ചെയ്തിട്ടില്ലേ? ശരിയാണ്, ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത്ര ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ മനുഷ്യന്മാർ അവരുടെ ഇൽമില് ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരുടെ കഴിവുകളില്, ടെക്നോളജിയില്, അവരുടെ കൃഷിയില്, ആർക്കിടെക്ചറില്, എല്ലാ കാര്യത്തിലും മനുഷ്യന്മാർ മുന്നോട്ട് വന്ന് കഴിവ് തെളിയിച്ച് ലോകത്തിനെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് മനുഷ്യ സൃഷ്ടികൾ മൊത്തം ഈവിളാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനകത്തൊരു പോസിറ്റീവ് കാണുന്നുണ്ട്. സൂറത്ത് ബയ്യിനയില് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ. വിശ്വസിക്കുന്നവരും സൽക്കർമ്മം ചെയ്യുന്നവരും അവരാണ് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ. സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ എന്നാ പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയുള്ളവരെ സൃഷ്ടിക്കല് വേർത്താണ്, ഒരിക്കലും നഷ്ടമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. അല്ലെ, സൃഷ്ടികളിൽ തന്നെ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പം ഈ ലോകത്ത് ചെയ്യുന്ന അത്രയും അധികം തിന്മകളെ പോലും കവച്ചു വെക്കാനുള്ള നന്മയാണ് ഇതെന്നാ പറയുന്നത്. എന്താണ്, വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്യാന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അത്തരത്തിലുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم اهدني وسددني. اللهم إني أسألك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي
ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.